ജോയ്സ് തുടങ്ങിയതുപോലെ തുടർന്ന് ഇന്നത്തെ വെബിനാറിന്റെ ആദ്യ ഭാഗമായ പ്രാർത്ഥന ആദ്യം കേൾക്കാമോ എല്ലാവർക്കും? ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുവിന് പ്രണാമം. പ്രിയമുള്ളവരെ, സത്യാന്വേഷണരുടെ കൂട്ടായ്മയാണല്ലോ നമ്മുടെ ഈ സദസ്. ആ പ്രയാണത്തില് ഞാനത് വെക്കണം. ഓം യന്ത്രമായതുകൊണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. ഒന്നാമത് എനിക്ക് പരിചയവും പോരാ, ക്ഷമിക്കണം. നമ്മൾ വെബിനാറിന്റെ സ്വഭാവത്തിലായിരുന്നാലും സെമിനാറിന്റെ സ്വഭാവത്തിലായാലും നമ്മുടെ ഒന്നിച്ച് ചേരൽ നമ്മൾ ഓരോരുത്തരും അഭിലഷിക്കുന്ന, ഏറ്റവും ആഗ്രഹിക്കുന്ന ആത്മാന്വേഷണ പാതയാണ്, സഞ്ചരിക്കുന്ന പാതയാണ്. അപ്പോൾ ഏറ്റവും മുഖ്യമായ സംഗതിയും ആത്മ അന്വേഷണം, ആത്മ സാക്ഷാത്കാരം എന്ന് ഉള്ളത് തന്നെയാണ്. ഈ കൂട്ടായ്മയിലാണ് നമ്മൾ ഇപ്പോൾ അത് അനുഭവിക്കുന്നതെങ്കിൽ പോലും, കൂട്ടായ്മയിൽ കൂടിയാണ് ആ സഞ്ചാരം ഇപ്പോഴ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും ഇതിൽ ഓരോരുത്തരും സഞ്ചരിക്കുകയാണ്. പറഞ്ഞാൽ വ്യക്തിനിഷ്ഠമാണ് ഈ പ്രയാണം എന്ന് പറയുക. അതിൽ എല്ലാവരും അതേ ലക്ഷ്യം, അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രയാണമായതുകൊണ്ട് ഈ കൂട്ടായ പ്രയാണവും ഒരു സൂര്യന്റെ എണ്ണമില്ലാത്ത കിരണങ്ങൾ എന്ന പോലെ ഇത് ഒന്നെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ എല്ലാവരുടേതും ചേർന്ന് എന്ന് നമുക്ക് പറയാം. നാരായണ ഗുരുകുലത്തിന്റെ
ഗുരുകുല സദസ്സായിട്ടാണ് നമ്മളിപ്പോൾ ഇത് അനുഭവിക്കുന്നത്. ഗുരു നമ്മൾ ഈ മാർഗത്തിലേക്ക് വരുന്നതിന് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ശ്രദ്ധയ്ക്കും നമ്മുടെ സഞ്ചാരത്തിനും എല്ലാം സംഗതിയായി ഇരിക്കുന്നത്. ഗുരു എല്ലാം പറഞ്ഞു. എന്നാലും എല്ലാത്തിനും പെടുന്നത് എന്താണ്? എല്ലാത്തിലും പെടുന്നത് തന്നെയാണ് എല്ലാം ആയിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ അറിയാം? അത് നാം ഓരോരുത്തരും അങ്ങനെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പകലാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ നമുക്ക് ഒരു പരിധി വരെയുള്ള എല്ലാ കാഴ്ചകളും കാണാം. അതുപോലെ ഒരു പരിധിയുടെ വൃത്തത്തിൽ വരുന്ന ശബ്ദങ്ങളും നമുക്കെല്ലാം കേൾക്കാം. വളരെ അടുത്ത് ഉള്ള സ്പർശം, കാറ്റിൻ്റെതായാലും ഏതെങ്കിലും ഒരു വസ്തു നമ്മെ സ്പർശിക്കുന്നതിൻ്റെ അനുഭവം, അത് സ്പർശിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പിന്നെയും അത് വളരെ വളരെ അടുത്താണ്. വീണ്ടും നമുക്ക് രുചി അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ നാവിനെ തന്നെ നാം ആശ്രയിക്കണം. അതിൽ കൂടി മാത്രമേ നമുക്ക് രുചി അറിയാൻ കഴിയൂ. കണ്ണിൽ കൂടി അനന്തമായ രൂപങ്ങൾ, കാതിൽ കൂടി അനേകായിരം ശബ്ദങ്ങൾ, വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ, വൈവിധ്യമാർന്ന രൂപങ്ങൾ കണ്ണിന് കാണുന്നത് പോലെ വൈവിധ്യമാർന്നതും വൈരുദ്ധ്യമാർന്നതുമായ ശബ്ദങ്ങളും നാം കേൾക്കും. ഇതെല്ലാം ബാഹ്യമായി നമുക്ക് അറിയാൻ കഴിയുന്ന, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വസ്തുരൂപങ്ങളാണ്. പക്ഷെ അത് കണ്ണുകൊണ്ട് രൂപം കണ്ടാലും, കാതുകൊണ്ട് ശബ്ദം കേട്ടാലും, തൊക്കുകൊണ്ട് സ്പർശിച്ചാലും, മൂക്കുകൊണ്ട് മണത്താലും എല്ലാം അതവിടെ സംഭവിക്കുന്ന അത് ഒരു സ്പർശനത്തിന്റെ സ്വഭാവമാണ്. അതിന് വെവ്വേറെ അനുഭവ തലം വരുന്നത് ഉള്ളിൽ നിന്നാണ്. ഏത് തരം സ്പർശമാണ്, ഏത് തരം ശബ്ദമാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ കണ്ട രൂപം ഏത് രൂപമാണ്, എന്താണ്, ഇങ്ങനെയെല്ലാം അറിയിച്ചു തരുന്ന ഒന്ന്. അങ്ങനെ അറിയാൻ വേണ്ടി നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന വസ്തു സ്വരൂപങ്ങളും എല്ലാം ചേർന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഞാൻ തന്നെയാണ്, എൻ്റെ ആത്മസ്വരൂപത തന്നെയാണ് ഈ രണ്ട് പ്രകാരത്തിലും നമുക്ക് അനുഭവമായി തീരുന്നത്. ആ അനുഭവത്തിൽ ഇത് രണ്ടും ഏകീഭവിക്കുകയാണ്. ഞാൻ എന്തോ പറഞ്ഞു പോകുന്നു. ക്ഷമയുള്ളത് കൊണ്ടും മറ്റ് പല കാരണങ്ങളാലും ഇത് ശ്രോതാക്കളായ ആളുകൾ കേട്ടുകൊണ്ടും ഇരിക്കുന്നു. പക്ഷെ ഗുരു ഇങ്ങനെ പറഞ്ഞു പോവുകയില്ല. ഗുരു കൃത്യമായി പറയേണ്ടത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. അനേകമുണ്ട്. എല്ലാ കൃതികളും അതിൻ്റെ ആന്തരികതയിൽ അത് തന്നെയാണ്
നമ്മെ അറിയിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും അറിയിക്കുകയും മനന വിധേയം ആക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും വ്യക്തമായി നമുക്ക് ഉപയോഗപ്പെടുത്താവും. ഒന്ന്, അത് ആത്മോപദേശ ശതകം തന്നെയാണ്. എന്താണ് അതിന്റെ രസം? ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. പറയാൻ സാധിക്കാത്തതും അതിനെക്കുറിച്ച് തന്നെയാണ്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ കാര്യങ്ങളും ആത്മാവിന്റെ ഓരോ തരത്തിൽ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവത്തോട് കൂടിയത് തന്നെയാണ്. ആത്മസ്വരൂപത തന്നെയാണ്. അടുത്ത് കാണുന്നത് തന്നെ, അടുത്തുള്ള ഒരു ചെറിയ വസ്തുരൂപത്തെ കാണുന്നത് പോലെയാണ്. അങ്ങ് ചക്രവാളത്തോളം ഉയർന്നു പോകുന്ന അന്തരീക്ഷത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരു പർവ്വത നിരയായ, ഒരു പർവ്വത ശിലാകൂടമായ താഴ്വാരമായ, ഒരു തടാകമായ, ഒരു നദിയായാലും, ഒരു വൻ മഹാനദിയായാലും, ഒരു കടല് തന്നെ ആയാലും, അതെല്ലാം ദർശനീയമായി നമ്മെ ആത്മസ്വരൂപതയും ബാഹ്യമായ ദർശനാനുഭവമായിട്ടാണ് നമുക്ക് അത് വെളിപ്പെടുന്നത്. അതിന് ഓരോന്നിനെയും തിരിച്ച് അറിഞ്ഞ് അനുഭവം. അത് ഗുരു പറയും പോലെ അകവും പുറവും തിങ്ങുന്ന മഹിമാവായിട്ട് തന്നെ അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അകമെന്നോ പുറമെന്നോ പറയാൻ കഴിയാത്ത വിധത്തിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന, തിങ്ങി വിങ്ങി അനുഭവപ്പെടുത്തമാക്കുന്ന എല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ തരത്തില് കൂടുതൽ നമ്മുടെ മനസ്സ് ചെതറിപ്പോകാതെ, അതിന്റെ വ്യാപകതയുടെ ഏതിന്റെ പേരിലായാലും ചെതറിപ്പോകാതിരിക്കാൻ ഉള്ള ഉപാധി കൂടിയാണ് അറിവിലും ഏറി അറിയും, ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും, അറിവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി, തെരുതെര വീണു ഉണങ്ങി എന്ന് പറയും. ഇത് നമുക്കൊരു മന്ത്രസമാനമായ ഒരു ശ്ലോകം, ഒരു പദ്യം ആത്മോപദേശത്തിന്റെ ഒന്നാമത്തെ പദ്യമായി അറിവില് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്ന എല്ലാം അറിവിൽ പെടുന്നതാണ്. ഇതുപോലെ നമുക്ക് പറയാൻ കഴിയുന്ന എത്ര ആയിരം പുസ്തകങ്ങളുടെ വിശദീകരണമായി എത്ര 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 ശാസ്ത്ര സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന പരീക്ഷണ പ്രധാനമായ കാര്യങ്ങളുടെ വിശദീകരണമായാലും അതിൻ്റെ സിദ്ധാന്തീകരണം തന്നെ ആയാലും എല്ലാം ഗുരു പറയുന്ന അറിവിൽ പെടുന്നതാണ്. ഈ കാണുന്ന, കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, ഈ അതുപോലെ തന്നെ നമുക്ക് വിഷയമെന്ന് പറയാൻ കഴിയുന്നു ബാഹ്യമായി കാണപ്പെടുന്നത് എല്ലാം. അതുപോലെ തന്നെ ആന്തരികതയിൽ ഇത് നമ്മെ പലതരത്തിലും ഉണർത്തിക്കൊണ്ടുവരുന്ന, ഓർമ്മിപ്പിച്ചു കൊണ്ടുവരുന്ന രൂപഭാവങ്ങൾ ആയാൽ അതെല്ലാം ഈ അറിവിൽ പെടുന്നു. ഗുരു വീണ്ടും പറയുന്നു, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്ന് നമ്മളോട് ഒന്നുകൂടി അതിൻ്റെ ആഴമേറിയ ഗാധമായ
അതിൻ്റെ സ്വഭാവം കൂടി വെളിപ്പെടുത്തി തരുന്നു. ഈ കാണുന്ന അറിവ്, ഈ കേൾക്കുന്ന അറിവിന് അതിൻ്റെ വിപുലത, അതിൻ്റെ ആഴത്തെ, അതിൻ്റെ ഗാംഭീര്യത്തെ, അതിൻ്റെ ഏറ്റവും ഹൃദ്യമായ സൗമ്യത എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് അതിനെ അറിവിലും ഏറിയ അറിവായി ആ ഏറിയത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ ഉപരിയായി ഇതെല്ലാം വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നതാണെങ്കിൽ, ഇതെല്ലാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതാണെങ്കിൽ, ഇതെല്ലാം കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതാണെങ്കിൽ, ഇതെല്ലാം സ്പർശിച്ച് അറിയുവാൻ കഴിയുന്നതാണെങ്കിൽ, രുചിച്ചുമെല്ലാം അറിയാൻ കഴിയുന്നതാണെങ്കിൽ, ഇതിനെല്ലാം കാണിക്കുന്ന, കേൾപ്പിക്കുന്ന, രുചിപ്പിക്കുന്ന, അറിയിക്കുന്ന അറിവായി അറിവിലും ഏറിയ അറിവ്. ഇതിനൊത്ത് ഈ അനുഭവങ്ങൾക്ക് ഒത്ത് പുറത്തും കരുവിന് ഇത് എവിടെ ഇതിനാകുമെന്നോ പറയാൻ കഴിയും. എങ്കിലും വ്യവഹാരത്തിലും നമ്മുടെ അനുഭവത്തിലും ഇരിക്കുന്നതിനെ കൂടി തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് അവിടെ അഹവും പുറവും എന്ന് പറഞ്ഞിട്ട് അതിനെ രണ്ടിനെയും നിരാകരിച്ച അഹവും പുറവും തിങ്ങും മഹിമാവെന്ന് ദിവരശക്തി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അഹവും പുറവും, അകത്തും പുറത്തും ഉജ്ജ്വലിക്കുന്ന ഒന്നായി ഉജ്ജ്വലവത്തായിരിക്കുന്ന, പ്രകാശപൂർണമായിരിക്കുന്ന, ചൈതന്യാത്മകമായിരിക്കുന്ന, പ്രകാശപൂർണമായിരിക്കുന്ന, ഉജ്ജ്വലിക്കുന്ന, ആ വാക്കിന് പകരം വയ്ക്കാൻ ഏത് വാക്ക് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരി, അതിന്റെ ഇന്റൻസിറ്റി കുറയും എന്നുള്ളതല്ലാതെ അതിനെ നമുക്ക് വെളിപ്പെടുത്തുവാൻ മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതിന്റെ അത്രയും വാക്കിനും ആ വാക്ക് കൊണ്ട് ഒരു നാമത്തെ അല്ല, അതിന്റെ ക്രിയാത്മകതയാണ് ജ്വലിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഒരു അവ്യക്തതയിലേക്ക് കൂടുതൽ നമ്മൾ അകറ്റിക്കൊണ്ട് പോകാതെ തന്നിൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ മധ്യസ്ഥാനത്തിലേക്ക് ഏറ്റവും അതിനെ ചുരുക്കി ഒതുക്കി സൂക്ഷ്മതമായി കൊണ്ടുവന്നിട്ട് കരു എന്നൊരു വാക്ക് ഉപയോഗിക്കുക. ഇതിനെല്ലാം കേന്ദ്രസ്ഥമായിരിക്കുന്ന, ഒരേ സമയം ബിന്ദുവായിരിക്കുന്നത് പോലെ അതിന് ചൈതന്യം പകരുന്ന ജീവത്തായ ബിന്ദുവാണ്. അത് നാദബിന്ദുവാണ്. നാദബ്രഹ്മത്തിന് കേന്ദ്രസ്ഥാനമായി. അത് മഹാസിന്ധുവിന്, മഹാസാഗരങ്ങൾക്ക്, സപ്തസാഗരങ്ങൾക്ക് സിന്ധുവായ സാഗരത്തിന് ബിന്ദുവാണ്. ബിന്ദുവിനും ബിന്ദുവാണ്. അങ്ങനെ നമുക്ക് അറിവിന്റെ ഏത് മേഖലകളെ എത്ര വിസ്തൃതമാക്കി കൊണ്ടുപോയാലും, എത്രമാത്രം അതിന്റെ സർക്കംഫറൻസ് ഉയർന്നുയർന്ന് വിശ്വചക്രവാള കവിഞ്ഞ് വീണ്ടും വീണ്ടും പുതിയ ലോകങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നാലും അതിനെല്ലാം കേന്ദ്രസ്ഥമായിരിക്കുന്നു അറിവിലും ഏറിയ അറിവിനെ അവിടെ കരുവായി ഗുരു സങ്കല്പിച്ച് നമുക്ക് കൃത്യമായ സ്ഥാനം നൽകിയിരിക്കുകയാണ്. അനുഭവവിദിതമായ ആശ്ചര്യകരമായ സ്ഥാനനിർണയം വേറെ എങ്ങുമല്ല, ഒരിടത്തുമല്ല, മറ്റാരിലുമല്ല, മറ്റൊരു ഒന്നിലുമല്ല. അവനവനിൽ അവനവനായി തന്നെ നാം ഓരോരുത്തരിലും നമ്മളിൽ നമ്മളായി ആ സത്യത്തെ ഗുരു വെളിപ്പെടുത്തി തരികയാണ്. ഇതിനപ്പുറം ഒരു അനുഗ്രഹം, ഇതിനുപരിയായ ഒരു അനുഗ്രഹം നമുക്ക് എവിടെ നിന്ന് കിട്ടും?
ഇതിനുപരിയായ ഒരു സംഗതി ഒന്നും കൊടുക്കണ്ട, ഒരു വ്യാപാരവും ഒന്നുമില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. വെളിയിൽ ഒരു വസ്തുവിനെ അന്വേഷിച്ച് പോകേണ്ട. ആ വെളിയെല്ലാം ഉള്ളിൽ നിന്ന് പോകുന്ന വെളിയായിരിക്കുന്നേയുള്ളൂ. ആ വെളിയെല്ലാം ഉള്ളിൽ വന്ന് സന്ധിക്കുന്നതായുള്ള ഒരു ഉള്ളാണ് ഈ വെളിയും ഈ ഉള്ളിൽ നിന്ന് പോകുന്നത്. എന്തൊരത്ഭുതമാണ്. ഈ അത്ഭുതത്തിൽ പിന്നെ നമുക്ക് എന്തെല്ലാം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും വേറെയൊന്നും ആരാണോ അന്വേഷകൻ ആ ആള് തന്നെ, ആ ആളിന്റെയും ഉള്ളിലല്ല, ആള് തന്നെയായിരിക്കുന്ന ആണ്. അവിടെയും ഉള്ള് എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തെ അല്ല താൻ തന്നെയായി കാണാൻ ഒന്നിനെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊന്നും പറയാൻ വാക്കുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കാരണം എങ്ങനെയാണ് എനിക്ക് ഞാനായി പറയുവാൻ കഴിയും. പക്ഷേ അതല്ലെങ്കിൽ എന്ത് പ്രയോജനം? അതെനിക്കില്ലെങ്കിൽ എനിക്കെന്ത് പ്രയോജനം? അതുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ അത് എന്ന് പറയുമ്പോൾ അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു വെറും വസ്തു സ്വരൂപതയല്ല കാണിക്കുന്നത്, ഊർജ്ജലമായ അറിയുന്ന ഒരു ചൈതന്യ സ്വരൂപതയാണ് അവിടെ. അനുഭവവിധമായി തീരേണ്ടുന്ന ഒരു വിശേഷത്തെയാണ് അവിടെ അറിവിലും ഏറി അറിയുന്നവൻ എന്നുള്ള പ്രയോഗം. നമ്മൾ വെറുതെ വിടുന്നില്ല. നമ്മൾ ഓരോരുത്തരെയും നമ്മെ തന്നെ നമുക്ക് കരുക്കളാക്കി മാറ്റുകയാണ്. എനിക്ക് പോകാൻ അങ്ങനെ പോയാലും നമ്മുടെ ഒരു എക്സ്പാൻഷൻ മാത്രമേ ആവൂ. എത്ര വികസിച്ചാലും എത്ര അനന്തമായാലും അത് ഈ പറയുന്ന കരു എന്ന് പറയുന്നതിന്റെ എക്സ്റ്റൻഷനെ ആവുന്നു. ഇത് സൂര്യനാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന രശ്മിയെ ആവും. എവിടെ തുടങ്ങുവാനും എത്ര നീളാനുമുള്ള തുടക്കമാവുന്നുണ്ട്. എത്ര ഉയരുവാനും ഉള്ള ഏറ്റവും താണ സ്ഥാനമാണ്. ഈ എത്രയും താണു പോകുവാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഉയർന്ന സ്ഥാനമാണിത്. ഈ എത്രയും ഉയരത്തിലേക്ക് പോകുവാൻ തുടങ്ങുവാനുള്ള താണ സ്ഥാനമാണ്. ഇത് കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നെന്ന് പെട്ടെന്ന് തോന്നിപ്പോയില്ലേ? ഏത് ഉയരത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും താഴ്ന്ന സ്ഥാനമാണിത്. അതേ സ്ഥാനം ആണ് ഈ ഏറ്റവും താണതിലേക്ക് താണു പോകുവാനുള്ള ഉയർന്ന സ്ഥാനമായി ആരംഭം കുറിക്കുന്നതെന്ന് പറയുകയാണ്. നിവൃത്തിയില്ലാതെ പറയുകയാണ്. ഈ കേന്ദ്രത്തിൽ അറിവിലും ഏറി അറിഞ്ഞിടുന്നവന്റെ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി. ആ കേന്ദ്രസ്ഥാനം എല്ലാത്തിനും ആദിമ സ്ഥാനമായിരിക്കുന്ന, അത് വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദിമ പ്രശ്നമല്ല. കാരണം ഒന്ന് മനസമാധാനത്തോടുകൂടി ഒന്ന് തുടങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാണ് ആദ്യം എന്നെല്ലാം പറയുന്നത്. അത് ആദ്യന്തരഹിതമാണ്, അതിന് ആദിയില്ല. അന്തം അറിയാത്തതുപോലെ തന്നെ അതിനന്തവും പറയാൻ പറ്റുകയില്ല. അതേസമയം അത് എവിടെ തുടങ്ങുന്നുവോ അത് ആദിയാണോ, നമുക്ക് എവിടെ അവസാനിപ്പിക്കുവാൻ കഴിയുന്നതോ അത് അന്തമാണ്. അത്ര ആനന്ദകരമായ വാസ്തവത്തിൽ ഇത് ആനന്ദമല്ലാതെ മറ്റൊന്നാണ്. ഈ ആദി എന്ന് പറയുന്നത് ഇത് തന്നെ ഏതിനും ഉണ്മയായി അതിന്റെ എക്സ്പാൻഷനായി അതിന്റെ പ്രകൃതി രൂപമായി പിന്നെ രൂപഭാവങ്ങളോടുകൂടി ജഗത്തായി തീരുമ്പോൾ അതിന്റെ മാനിഫെസ്റ്റഡ് ഭാവം ആയി.
അതിൻ്റെ രൂപഭാവാദികളായി അതിൻ്റെ രൂപഭാവങ്ങളാണ്. അതിൻ്റെ ഭാവരൂപങ്ങൾ മാത്രമാണ് ഈ വൈവിധ്യങ്ങൾ. അതിൽ വരുന്നതാണ് ഇരുളും വെളിച്ചവും, അതിൽ വരുന്നതാണ് ഇരുവും പകലും, അതിൽ വരുന്നതാണ് ചെറുതും വലുതും, അതിൽ വരുന്നതാണ് നശ്വരമായി നമ്മുടെ കൺമുമ്പിൽ കൂടി മറഞ്ഞു പോകുന്നതും തെളിഞ്ഞു വരുന്നതും ആയതും. അതുപോലെ തെളിഞ്ഞാൽ പിന്നെ തെളിയണ്ട, തെളിഞ്ഞാണ് നിൽക്കുന്നത്, മറയേണ്ട, മറയുകയുമില്ല എന്നുള്ള സ്ഥിതിയും ഇങ്ങനെയുണ്ട്. തെളിഞ്ഞ് മറയും. തെളിയാതെ തന്നെ അവിടെ നേരത്തെ ഉള്ളത് ഇതിനെയാണ് പറയുന്നത് എറ്റേണൽ എന്ന്. മാറുന്നതെന്നും മാറ്റമില്ലാത്തതെന്ന് പറയുന്നു. ഇത്രമാത്രമാണ്. എല്ലാ മാറ്റങ്ങളും മാറി വരുന്ന എല്ലാ ഭാവഭേദങ്ങളും എല്ലാ അവസ്ഥാവിശേഷങ്ങളും ഒരു കാരണവശാലും മാറാതിരിക്കുന്നതിൽ അത് സംഭവിക്കുന്ന അനുഷംഗികമായ കാര്യങ്ങൾ മാത്രമാണ്. അതിന് അധ്യാരോപം എന്നെല്ലാം പറയേണ്ടി വരുന്നത് കൺമുമ്പിൽ വന്ന് മാഞ്ഞു മറന്നു. അതുപോലെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഭാവപകർച്ച സുഖമായാലും ദുഃഖമായാലും ഭാവപകർച്ച പകർന്ന് അത് കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ എവിടെയാണ് അത് സംഭവിക്കുന്നത്, ഏതിലാണ് സംഭവിക്കുന്നത്, അതെങ്ങനെ പറയാൻ പറ്റും? അത് അദൃശ്യം തന്നെയാണ്. അത് ഏതെന്നിങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? എല്ലാം ചേർന്ന് എല്ലാത്തിനും സാധ്യത നൽകുന്നതിന് എങ്ങനെയാണ് പേര് പറയാൻ? ഒരു പേര് പറയണമെങ്കിൽ നമുക്കൊരു വസ്തുസ്വരൂപതയെ എടുത്ത് വ്യക്തമായി കാണാൻ കഴിയണം, അല്ലെങ്കിൽ അതിനെ ദ്യോതിപ്പിക്കുന്ന ഒരടയാളം എടുത്ത് പറയാൻ കഴിയണം. എങ്കിലല്ലേ അതിനൊരു വസ്തുസ്വരൂപത നൽകാൻ പറ്റൂ. അങ്ങനെയുള്ള ഒന്നിനല്ലേ ഒരു പേര് കൊടുക്കാൻ പറ്റൂ. അതിന് നിവൃത്തിയില്ല, പക്ഷെ തള്ളിക്കളയാൻ ഒക്കില്ല, എല്ലാം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ ഒന്നുകൊണ്ട് സാധിക്കുകയില്ല. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്ത് മുഞ്ചലിക്കും, കരുവിനു കണ്ണു കളഞ്ചു മുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. അപ്പൊ ഗുരു നമ്മളോട് പറയുന്നത്, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയോടുകൂടിയ ഈ ലോക ജീവിതമായ സാങ്കേതികമായ സംജ്ഞകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യക്തിഗതമായിരിക്കുന്ന സ്ഥിതിയിൽ ഉള്ളതായാലും സമഷ്ടി ഭാവത്തിൽ ബൃഹത് ആയി ഇരിക്കുന്നത് ആയാലും എങ്ങനെയാണോ ഒരു ചാക്ക് പഞ്ചസാര ആയാലും ഒരു തരിയായാലും പഞ്ചസാരയുടെ രസമല്ലാതെ മറ്റൊന്നുണ്ടാവാൻ സാധ്യതയില്ലാതെ ഇരിക്കുന്നത്, എങ്ങനെയാണ് ഒരു സൂര്യൻ പൂർണ്ണമായൊരു സൂര്യനായിരുന്നാലും ഒരു രശ്മി ആയിരുന്നാലും അത് സൂര്യന്റെ സ്വഭാവത്തെയോ മഹിമയെയോ ഇല്ലാതാക്കാത്ത തനിമ നിലനിർത്തുന്നത്, അതുപോലെ തന്നെയാണ് ഈ ചെറുതെന്നും വലുതെന്നും എല്ലാം വ്യവഹരിക്കുവാൻ ഇടം വരുന്ന ആ മഹാസാധ്യത. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ അതിന് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഗുരു തുടർന്നുള്ള ശ്ലോകങ്ങളിലെല്ലാം ഉത്സവമായി പറയുന്നു. നമുക്ക് ഈ പ്രപഞ്ച ലീലയായി കാണണമെന്ന് പറയുന്നു. നിലമുടുനീരതുപോലെ കാറ്റു തീയും വിളിയും എന്നെല്ലാം പ്രപഞ്ച സ്വരൂപത അപ്പാടെ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറയുന്നു. പിന്നെ അതിനെല്ലാം അനുഭവിക്കുന്ന അഹങ്കൃതി വിദ്യയും മനസ്സും എന്നെല്ലാം പറയുന്നു. എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ബാഹ്യമായ ഈ പ്രപഞ്ചത്തെയും ആന്തരികമായ അനുഭവഭാവത്തെയും എല്ലാം അവിടെ 50-ാമത്തെ ശ്ലോകത്തിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നമുക്ക് ദർശനീയമായ കടലും തിരയും എല്ലാം ഉയർന്ന് അറിവായി മാറിടുന്ന ഗുരുവിക്കുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ എത്തിക്സ് എന്തെല്ലാം നമ്മൾ എങ്ങനെ പെരുമാറണം, ഈ സന്തോഷം എങ്ങനെയെല്ലാം അനുഭവിച്ച് എങ്ങനെയെല്ലാം നമുക്ക് പങ്കിടാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഗുരു വെളിപ്പെടുത്തും. ഒരുവന് നല്ലതും അകലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടും. ജഗതിയിൽ മതമേകമെന്ന് ചിന്തിച്ചകമണയാതെ അകതാരമർത്തിടയണമെന്ന് പറയുന്നു. അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് തന്നെ
അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആ മഹത്തായ ജ്യോതിസ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് അത് തന്നെയാണ് എന്ന് നമ്മെ അറിയിച്ചു. ഗുരു എന്ത് ചെയ്യുന്നു? ഈ സത്യം നമ്മൾ അറിയുമ്പോൾ അത് ഏവർക്കും അനുഭവവിഹിതമാക്കി തീർക്കുവാൻ, ഈ ലോകത്ത് ജീവിക്കുവാൻ തൻ പ്രിയം അപരപ്രിയമായി വരയണം. ആ തരത്തിലായിരിക്കണം ജീവിതം മുന്നോട്ട് ഓരോ നിമിഷവും പറയും. ഇതെല്ലാം അത്ഭുതകരമായി ഗുരു ഈ രംഗത്തിൽ നിന്നും ഈ എന്താണോ വെളിപ്പെടുത്തുക, എന്താണോ ഏതൊരു രൂപമാണോ ഗുരു സ്വീകരിച്ച് രംഗത്ത് നിന്നും ആ രംഗത്തിൽ നിന്നും വളരെ പ്രശാന്തമായി തിരോഭവിക്കുകയാണ്, നമ്മയും തിരോഭവിപ്പിക്കുകയാണ്. അതും ഇതുമല്ല സദർത്ഥകമല്ലകം സച്ചിത് അമൃതം. അതിന് യാതൊരു സംശയവുമില്ല. ഇത് നാം ധ്യാനപൂർവം അനുഭവിക്കുമ്പോൾ അത് ആ സത്സ്വരൂപത അറിവായി തീരുന്നു. അത് ആനന്ദം തന്നെയാണ്. സച്ചിത് അമൃതം, ആനന്ദം എന്ന് പറഞ്ഞാൽ അത് അനുഭവവിരുദ്ധമായി തീരുന്ന അമൃത ആനന്ദം തന്നെയാണ്, അമൃതത്വം തന്നെയാണ് എന്ന് എന്നുള്ള സത്യസാക്ഷാത്കാരം ലഭിച്ചവരായി തീരണമെന്നും ഗുരുവിന്റെ വചസ്. ഗുരുവിന്റെ ഗുരു എങ്ങും പോയിട്ടില്ല. ഗുരുവിന്റെ വാക്കുകൾ ഓതും മൊഴിയും ഓർത്തില്ലി എന്നുള്ള തരത്തിൽ നമ്മളിൽ എപ്പോഴും അത് പ്രസരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനിയിപ്പം കുറച്ച് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ വിഷയത്തെ തന്നെയാണ് വേദപ്രകാരത്തിൽ പറഞ്ഞാലും ആസ്വദിച്ച് അവരുടെ പഠനങ്ങളും മനനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാൻ പോകുന്നു. അത് നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. എല്ലാവരെയും ഈ പരമഗുരു നമുക്ക് ഇത് ഗുരു തരുന്ന വെളിച്ചത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് നമ്മെ നയിക്കുവാനുള്ള അനുഗ്രഹം, കാരുണ്യം ഇതിൽ തന്നെ നിറച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം തത്സത്. പ്രവചനം അവസാനിച്ചു. ഇനി നമുക്ക് വെബിനാറിലേക്ക് കടക്കാം. ഇന്നത്തെ വെബിനാർ മോഡറേറ്റ് ചെയ്യുന്നത് ഡോക്ടർ ബി സുഗീതയാണ്. ഡോക്ടർ ബി സുഗീതയെ ബഹുമാനപൂർവം അതിനായി ക്ഷണിക്കുകയാണ്. താങ്ക് യു വിജയ്. കേൾക്കാം, തുടർന്നു. കേൾക്കാമല്ലോ. ഗുരുവിനും മറ്റു സ്വാമിമാർക്കും പ്രണാമം. ഇന്നത്തെ സെമിനാർ, ഇപ്രാവശ്യത്തെ വെബിനാറിന്റെ മൂന്നാമത്തെ സെമിനാറാണ് ഇന്ന് നടക്കുന്നത്. പ്രബന്ധാവതരണത്തിന്റെ അവസാന ദിവസമാണിന്ന്. നാളെ സൗഹൃദ സംഗമമാണ്. കഴിഞ്ഞ 2 ദിവസത്തെ പോലെ ഇന്നും നമ്മൾക്ക് 3 പ്രബന്ധങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പ്രബന്ധം മലയാളത്തിലും മറ്റു 2 ഇംഗ്ലീഷിലുമാണ്. പക്ഷെ പ്രബന്ധങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും മലയാളത്തിലും കൂടെ ശ്രീമതി അഞ്ജു ദിലീഷ് ഇടയ്ക്ക് മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഓഡിയോ നിങ്ങളൊക്കെ കേട്ടിരിക്കും. അതിനകത്ത് അവരിടയ്ക്കിടയ്ക്ക് മലയാളത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് പ്രബന്ധങ്ങളെങ്കിലും സംശയമുള്ളവർക്ക് മലയാളത്തിലും അത് ചോദിക്കാവുന്നതാണ്. ഒന്നുകൂടെ വ്യക്തത വേണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ മലയാളത്തിൽ പറയാനും ആവശ്യപ്പെടാവുന്നതാണ്. ഇന്ന് ആദ്യത്തെ പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാധാറാണിയാണ്. രാധാറാണിയെ പ്രത്യേകിച്ച് നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയായിരുന്നു. പിന്നെന്താ, ഗുരുകുലത്തിലെ വെബിനാറുകളിലൊക്കെ തന്നെ വളരെ ഡെപ്തുള്ള, വളരെ ഗഹനമായ പഠനം നടത്തിയിട്ടുള്ള പ്രബന്ധങ്ങളാണ് രാധാറാണി ടീച്ചർ അവതരിപ്പിക്കാറുള്ളത്. ഇപ്രാവശ്യം ഉപനിഷത്തുകളുടെ
പ്രയോജനപരതയെ കുറിച്ചാണ് ടീച്ചർ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. വളരെ ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രബന്ധം അവതരിപ്പിക്കുവാൻ രാധാറാണി ടീച്ചറെ ക്ഷണിക്കുകയാണ്. ടീച്ചർ പ്ലീസ്. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട ഡോക്ടർ സുഗീത. ഗുരുക്കന്മാർക്ക് പ്രണാമം. ഏവർക്കും നമസ്കാരം. പ്രബന്ധ വിഷയം ഇവിടെ സൂചിപ്പിച്ചു. മൂല്യം അഥവാ പ്രയോജനപരത ഉപനിഷത്തുകൾ. ഒരു വ്യക്തിയെ തന്നെക്കുറിച്ച് തന്നെ ബോധവാനാക്കുക, മറ്റുള്ളവരെ ശരിയായ വീക്ഷണകോണിൽ മനസ്സിലാക്കുക, അവനവന്റെ ഉള്ളിൽ മാത്രമല്ല ചുറ്റുമുള്ള പരിസ്ഥിതിയെയും സ്നേഹത്തോടും സമാന മനോഭാവത്തോടെയും സമീപിക്കുക. കാരണം ഇവിടെ കാണുന്നതിന്റെ എല്ലാം ഉണ്മ ബ്രഹ്മം മാത്രമാണ്. ഈ തിരിച്ചറിവുകൾ നൽകുന്നു ഉപനിഷത്തുകൾ. വർദ്ധിച്ചു വരുന്ന അക്രമം, കുറ്റകൃത്യങ്ങൾ, അത്യാഗ്രഹം, എന്തു വിലകൊടുത്തും ഏതു മാർഗം സ്വീകരിച്ചും ഭൗതിക നേട്ടങ്ങൾ നേടുക, സ്വാർത്ഥത എന്നിവ കാരണം മൂല്യ പ്രതിസന്ധി നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്തിൽ മൂല്യങ്ങൾക്ക് ഗൗരവമായ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. മൂല്യങ്ങളെ കുറിച്ച് നാം ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ മൂല്യങ്ങൾ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് എന്നത് മനുഷ്യർ മറന്നുപോകുന്നു. മൂല്യങ്ങൾ വെറും വാക്കുകളായി ചുരുങ്ങുന്നു. ഒരു മനുഷ്യന് സമ്പൂർണ്ണ മനുഷ്യനായി ജീവിക്കുന്നതിന് ചില മൂല്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. സത്യസന്ധത, ദയവ്, പരോപകാരം, നിസ്വാർത്ഥത, സഹിഷ്ണുത, സ്നേഹം, സഹജീവികളോട് കരുണയോടും സ്നേഹത്തോടുമുള്ള സമീപനം, സമാധാനം. ഇത്തരം മൂല്യങ്ങളാണ് ഒരു വ്യക്തിയുടെയും ഒപ്പം സമൂഹത്തിന്റെയും ഉന്നമനത്തിന് അത്യാവശ്യം വേണ്ടുന്നത്. നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹം ഈ പറഞ്ഞവയൊക്കെ തന്നെ മറന്നുപോകുന്ന വാക്കുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മൂല്യങ്ങൾ തീവ്രമായ ഒരു ശ്രമം ആവശ്യം. മനുഷ്യന്റെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്ന മാർഗം വർത്തമാന കാല വെല്ലുവിളി സഹായകരമായ വഴികാട്ടിയായി വർത്തിക്കാൻ അത് എടുത്തു പറയേണ്ടതുണ്ട്. പിന്തുണയ്ക്കുന്ന പല മൂല്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തിൽ ഉണ്ട്. എന്നാൽ അന്ധമായി അവ സ്വീകരിക്കുകയോ പാരമ്പര്യത്തെ മഹത്വവൽക്കരിക്കുകയോ അപ്രസക്തമെന്ന നിലയിൽ പാരമ്പര്യത്തെ നിരാകരിക്കുകയോ ചെയ്യരുത്. മാറി വരുന്ന സാഹചര്യങ്ങളിൽ മൂല്യങ്ങളുടെ വസ്തുനിഷ്ഠമായ വിശകലനം ആവശ്യമാണ്. എന്നാൽ ഉപനിഷത്തുകളിൽ വിവരിക്കുന്ന ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾ, അത് നേടുന്നതിനുള്ള മാർഗങ്ങൾ, ആന്തരിക സമാധാനവും സന്തോഷവും, സാക്ഷാത്കാരം, സങ്കുചിതമായ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ ഉന്മൂലനം, അടിസ്ഥാന മൂല്യങ്ങൾ തുടങ്ങിയവ എല്ലാ കാലത്തും പ്രസക്തമാണ് എന്ന് കാണാം. ഉപനിഷത്തുകളിലെ ദാർശനിക ലക്ഷ്യങ്ങളിൽ ചിലത് അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിന്റെ സാമൂഹികവും ധാർമ്മികവുമായ തിന്മകൾക്ക് പ്രതിവിധി കണ്ടെത്തുന്നതിലേക്കുമായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആധുനിക ജീവിതത്തിന് ആവശ്യമായ നിരവധി മൂല്യങ്ങൾ ഉപനിഷത്തുകളിൽ കാണാം. അസ്തിത്വത്തിലെ ഐക്യം, സാർവത്രിക സാഹോദര്യം, സഹിഷ്ണുത, മറ്റുള്ളവരെ ചിന്തയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ മുറിവേൽപ്പിക്കാതിരിക്കുക, പരിസ്ഥിതി സംരക്ഷണം, മതേതര മനോഭാവം തുടങ്ങിയവ ഉപനിഷത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ആഗോളവൽക്കരിക്കപ്പെട്ട ലോകത്തിൽ ഇവ പ്രാധാന്യം അർഹിക്കുന്ന മൂല്യങ്ങളാണ്. ഉപനിഷത്തുകളുടെ പ്രത്യേകത ആധ്യാത്മിക സത്യമായാലും മൂല്യങ്ങളെ കുറിച്ചുള്ള ചിന്തയായാലും അവ പറയുന്ന രീതി ശ്രദ്ധേയമാണ്. കഥയിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ചോദ്യോത്തര രീതിയിലുമാണ് അവ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര കടുകട്ടിയായ കാര്യവും ഇത്തരത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ആകർഷിതരാകും, അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ എളുപ്പമായിരിക്കും. ഉപനിഷത്തുകളിൽ കാണുന്ന മൂല്യങ്ങളുടെ സ്വാധീനം നമ്മുടെ ദാർശനിക ചിന്തകളിലും നമ്മുടെ കവികളിലും കഥാകാരന്മാരിലും സാധാരണ മനുഷ്യ ജീവിതത്തിലും ഒരുപോലെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്.
നമ്മുടെ ഗാന്ധിജി ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, ഹിന്ദുയിസത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത്, ഹിന്ദുമതത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഈ ഒരു വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നതാണ്. അതുപോലെ ഹിന്ദുയിസത്തിലെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും നശിച്ചു പോയാലും ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ഭാഗം ഉണ്ടെങ്കിൽ ഹിന്ദുമതം എല്ലാ കാലത്തും നിലനിൽക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും പ്രസക്തമായ മൂല്യങ്ങളുടെ ഒരു കലവറയാണ് ഉപനിഷത്തുകൾ എന്ന് പറയാം. പലരും ചിന്തിക്കുന്നത് ഉപനിഷത്തുകൾ യഥാർത്ഥ സത്യത്തെ അഥവാ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പ്രദാനം ചെയ്യുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ച് സ്വയം താൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇഹലോക ജീവിതം വെടിയാൻ നമ്മെ എങ്ങനെ പ്രാപ്തരാക്കാം എന്ന് ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു വ്യക്തിയെ ബ്രഹ്മത്തെ അറിയുവാൻ പ്രാപ്തനാക്കാം എന്ന് കാട്ടിത്തരുന്നു. കഠോപനിഷത്തിൽ ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. പ്രേയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം. ഒരുപക്ഷെ ഒട്ടുമുക്കാൽ മനുഷ്യരും ഇത്തരത്തിലുള്ള ജീവിത സന്തോഷങ്ങളിൽ മാത്രം മുഴുകാൻ ആഗ്രഹിക്കുന്നവരാകാം. ശ്രേയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളിലെ അറിവിലൂടെ ലഭിക്കുന്ന പരമാനന്ദത്തെ കുറിച്ചാണ്. ശ്രേയസിൽ നല്ല പ്രവൃത്തി ഏത്, ചീത്ത പ്രവൃത്തി ഏത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും. ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത് ബുദ്ധിമാനായ മനുഷ്യൻ ശ്രേയസ് തിരഞ്ഞെടുക്കുമെന്നും മൂഢനാണ് പ്രേയസിന് പുറകെ പോകുന്നത് എന്നുമാണ്. കഠോപനിഷത്തിൽ പരമമായ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യണമെന്ന് നചികേതസ് യമനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ അറിവിന് പകരം ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് യമൻ നചികേതസിനെ പ്രലോഭിപ്പിക്കുന്നതായി കഥയിൽ വിവരിച്ചിരിക്കുന്നു. എന്നാൽ യമന്റെ പ്രലോഭനങ്ങളിൽ കുട്ടിയുടെ മനസ്സ് ചഞ്ചലമാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ടുന്നതാണ്. ഇത് കണ്ട യമൻ നചികേതസിനെ അഭിനന്ദിക്കുന്നുമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട ഒരു ഗുണമാണിത്. നല്ലൊരു കാര്യത്തിനായി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ഇതുപോലെ പ്രലോഭനങ്ങൾ വന്നു എന്ന് വരാം. അതിനെ തരണം ചെയ്ത് നചികേതസിനെ പോലെ ശ്രേയസ്സാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് എന്ന് ഉപനിഷത്തുകൾ പറഞ്ഞു വെക്കുന്നു. മനുഷ്യർ ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും മൂല്യച്യുതിയിലേക്ക് മനുഷ്യൻ വീഴാൻ പാടില്ല എന്നും നമ്മുടെ ഭാരതീയ ഗ്രന്ഥങ്ങളും അതുപോലെ മറ്റു മതഗ്രന്ഥങ്ങളും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉപനിഷത്തുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ 3 എണ്ണമാണ്. ദമം അഥവാ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും. ഒപ്പം നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണവും ആവശ്യമാണ്. അപ്പൊ യോഗ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇതൊക്കെ വളരെ വിശദമായി നമുക്ക് ഉപനിഷത്തുകളിൽ കാണാൻ പറ്റും. അതുപോലെ ദാനം ചെയ്യുക, മറ്റൊന്ന് ദയവ് അഥവാ അനുകമ്പ അല്ലെങ്കിൽ കരുണ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ 3 മൂല്യങ്ങളെ കുറിച്ചും ബൃഹദാരണ്യക ഉപനിഷത്തിൽ വിവരണം കാണാൻ സാധിക്കും. അതുപോലെ പുരുഷാർത്ഥങ്ങളെ കുറിച്ചുള്ള വിവരണവും നമുക്ക് വേദങ്ങളിൽ കാണാൻ സാധിക്കും. അഥർവവേദത്തിലെ ഒരു മൈനർ ഉപനിഷത്ത് എന്ന നിലയിൽ അറിയപ്പെടുന്ന സൂര്യോപനിഷത്തിൽ പുരുഷാർത്ഥ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ത്രിവർഗ എന്ന പേരിൽ ആദ്യകാലത്തുള്ള ഉപനിഷത്തുകളിൽ ധർമ്മ, അർത്ഥ, കാമ എന്നിവയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് വന്ന ഉപനിഷത്തുകളിലാണ് ധർമ്മയും മോക്ഷവും വളരെ വിശദമായി കൊടുത്തിരിക്കുന്നത്. ആധ്യാത്മിക വളർച്ചയ്ക്ക് അത്യാവശ്യം ഇവ പാലിക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നീട് രാമായണം, മഹാഭാരതം മുതലായ ഗ്രന്ഥങ്ങളിൽ പ്രസ്ഥാനത്രയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരത്തെയും നമ്മുടെ എഴുത്തുകാരെയും ഈ ഒരു പ്രസ്ഥാന ത്രയങ്ങൾ അല്ലെങ്കിൽ പുരുഷാർത്ഥങ്ങൾ, പ്രസ്ഥാനത്രയല്ല പുരുഷാർത്ഥങ്ങൾ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇപ്പൊ RK നാരായണന്റെ കൃതികളൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ അവിടെ പുരുഷാർത്ഥങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തുല്യതയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചുമുള്ള വിവരണം നമുക്ക് ഉപനിഷത്തുകളിൽ കാണാം. സമത്വം എന്നത് വ്യത്യാസങ്ങളെ നിരാകരിക്കുകയല്ല, അതൊരിക്കലും നമുക്ക് സാധ്യമാകുന്ന കാര്യമല്ല. നമുക്കറിയാം നമ്മൾ എത്രമാത്രം വ്യത്യസ്തരാണെന്ന്. അപ്പോൾ വ്യത്യാസങ്ങളെ നിരാകരിക്കുന്നില്ല, മറിച്ച് ഭിന്നതകൾ അംഗീകരിക്കുകയും എല്ലാവരെയും വ്യക്തികളെ പോലെ തുല്യരായി പരിഗണിക്കുകയും ചെയ്യുന്നു.
ഇവിടെ വെസ്റ്റേൺ ഫിലോസഫിയിലെ, മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയിലെ അധികായനായ ഇമ്മാനുവൽ കാന്റിനെ നമുക്ക് ഓർക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരെയും ഒരു മൂല്യം ഉള്ള വ്യക്തികളായി നമ്മൾ അംഗീകരിക്കണം, ആരെയും ഒരു ഒബ്ജക്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ കാണരുത്, ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ മോഡേൺ ഫിലോസഫിയിൽ ഇമ്മാനുവൽ കാന്റ് പറഞ്ഞ കാര്യം എത്രയോ മുമ്പ് തന്നെ വളരെ വിശദമായി നമ്മുടെ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ കാന്റിന്റെ കാര്യം പറഞ്ഞത്. സമത്വത്തെ തത്വശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചാൽ സുഖത്തിലും വേദനയിലും വിജയത്തിലും പരാജയത്തിലും ബഹുമാനത്തിലും മാനക്കേടിലും സന്തുലിതമായ മനസ്സുണ്ടാകണം. നമ്മുടെ ഭഗവത്ഗീതയിലെ സ്ഥിതപ്രജ്ഞ എന്ന കൺസെപ്റ്റ്. ഇത്തരത്തിലുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് വളർത്തിയെടുത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ തൊട്ടുകൂടായ്മ പാലിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഉപനിഷത്തിലെ ഋഷിമാർ വിശാല ചിന്താഗതിക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കാം. അവർ പ്രകൃതിയെ മാതാവായി കണ്ട് അതിനോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചു. ലോകത്തെ മുഴുവൻ തങ്ങളുടെ കുടുംബമായി കണക്കാക്കി. ശാന്തിമന്ത്രത്തിൽ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഈശാവാസ്യ ഉപനിഷത്തിൽ ലോകത്തെ ഒരു ഒറ്റ യൂണിറ്റ് ആയി കാണിച്ചിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ഈശ്വരന്റെ വാസസ്ഥലമാണ്, അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അസമത്വം തോന്നുകയോ ചില ശ്രേഷ്ഠരെന്നും മറ്റു ചിലർ താഴ്ന്നവരും എന്നുമുള്ള ധാരണയ്ക്ക് പ്രസക്തി ഇല്ലാതെയുമാകുന്നു. മനുഷ്യ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതല്ലെന്നും തിരമാല സമുദ്രത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ ഓരോ വ്യക്തിയും ഈ ലോകത്തിന്റെ ഭാഗം മാത്രമാണെന്നും നമുക്ക് മനസ്സിലാകും. ഈ ഒരു സംയോജിത മനോഭാവം ഉപനിഷത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കഠോപനിഷത്ത് പ്രകാരം എല്ലാവരും ഒരു ആത്മാവിൽ ഉൾക്കൊള്ളുന്നു. ഇനി നമ്മുടെ വാക്കുകളെ കുറിച്ചും സംസാരത്തെക്കുറിച്ചും ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. സംസാരം ആവിഷ്കാരത്തിന്റെ ഉപകരണമാണ്. അതിനാൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇച്ഛയ്ക്ക് വിധേയമാണ് സംഭാഷണം. അതിനാൽ നമുക്ക് നിയന്ത്രിക്കാനാവും. നമുക്ക് ചിലപ്പോൾ ആശയങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാവാം. ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് സംശയ നിവാരണം നടത്താം. കഠോപനിഷത്തിൽ നചികേതസ് ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിച്ചു. മരണത്തിന്റെ ദേവനായ യമനോട് ചോദ്യങ്ങൾ ചോദിച്ച് സംശയ നിവാരണം നടത്തുന്നത് വിവരിച്ചിട്ടുണ്ട്. മുണ്ടകോപനിഷത്തിൽ മുനിമാരുടെ സംഭാഷണത്തിലൂടെ പര അപര വിദ്യയെക്കുറിച്ചുള്ള അറിവിനെ വിവരിച്ചിരിക്കുന്നു. ഛാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള സംവാദം ശ്രദ്ധേയമാണ്. അതുപോലെ ഗാർഗിയും യാജ്ഞവൽക്യനും തമ്മിലുള്ള സംവാദം എടുത്തു പറയേണ്ടതുണ്ട്. ഒരു ഘട്ടത്തിൽ യാജ്ഞവൽക്യൻ ഗാർഗിയോട് ഇനി ചോദ്യം ചോദിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഇല്ലെങ്കിൽ അവളുടെ തല പൊട്ടിപ്പോകും എന്നും പറയുന്നു. എന്നാൽ ഗാർഗി വളരെ ബുദ്ധിമതിയാണ്. മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചോദ്യങ്ങൾ തുടരുന്നു. അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ: സംസാരിക്കുമ്പോൾ ആളുകളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. വാദപ്രതിവാദങ്ങളിലായാലും മറ്റുള്ളവരെ എതിർത്ത് സംസാരിക്കുമ്പോഴും മാന്യത പുലർത്തേണ്ടതുണ്ട്. പരസ്പരം സംസാരിക്കുമ്പോൾ അക്രമാസക്തമാകുന്നത് ഇന്നൊരു സ്ഥിരം സംസ്കാരമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശാലമായ അല്ലെങ്കിൽ വിശദമായ ചർച്ചകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാറുണ്ട്. അപ്പോ ആൾക്കാർ തമ്മിൽ അടികൂടുന്ന ഒരു അവസ്ഥ വരെ എത്തിച്ചേരാറുണ്ട്. ഇത് അപ്പോ ഉപനിഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആ ഒരു നമ്മൾ മറ്റാരെയും മുറിവേൽപ്പിക്കാതെ സംസാരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രസക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ അറിയാൻ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്നും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. സംസാര രീതി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. സംസാരം മനുഷ്യർക്ക് ഈശ്വരൻ നൽകിയ ദാനമായി കണക്കാക്കപ്പെടുന്നു. ഋഗ്വേദത്തിൽ വാക്കിനെ അഗ്നിയിൽ നിന്നും ഉത്ഭവിച്ച ഊർജമായി കണക്കാക്കുന്നു. കഠോപനിഷത്തിൽ പ്രയോഗത്തിന്റെ പരിമിതിയെ കുറിച്ചും പറയുന്നുണ്ട്. യഥാർത്ഥ സത്യം വാമൊഴിയായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത സൂക്ഷ്മമാണ്. നമുക്കറിയാം, അത് സ്വയം അനുഭവിച്ചറിയേണ്ടതാണ്. മറ്റൊരാൾക്ക് നമ്മൾ
അത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സംസാര ഭാഷയുടെ പരിമിതിയെക്കുറിച്ചും ഉപനിഷത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് സ്വന്തം ഭാഷ കൊണ്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയും. നമുക്കറിയാം, സംസാരം കൊണ്ട് ഒരുപക്ഷെ ശത്രുവാകാം, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ശത്രുവോ അല്ലെങ്കിൽ മിത്രമോ ആയി മാറാം. സംസാരം ഊർജമാണ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി സംസാരിക്കണം. അതുപോലെ അമിതമായി സംസാരിക്കാനും പാടില്ല. ഓരോ ഉപനിഷത്തിലും അറിവ് നേടാനായി കുട്ടികൾ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്ന് അറിവ് പകർന്നു നൽകാൻ ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ പ്രശ്നോപനിഷത്ത് അതിന് ഒരു ഉദാഹരണമാണ്. അതുപോലെ അന്വേഷണോത്സുകത ജീവിതത്തിൽ അത്യാവശ്യമാണ്. കഠോപനിഷത്തിലെ നചികേതസിൽ ഒരു അന്വേഷകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചോദ്യങ്ങൾ ചോദിക്കാനും സ്വയം അറിവ് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഒരാളുടെ നേട്ടങ്ങളുടെ പാതയിൽ സ്വീകരിക്കേണ്ട ഏറ്റവും മികച്ച നയമാണ് സത്യസന്ധത എന്ന് ഉപനിഷത്തുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആത്മാർത്ഥമായി യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കുന്നവർ സത്യസന്ധമായ ഇടപെടലുകളായിരിക്കും തിരഞ്ഞെടുക്കുക. ആത്മാർത്ഥമായി സത്യാന്വേഷികളായിരുന്നു നചികേതസും ശ്വേതകേതുവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നു, അപഹരിക്കരുത് എന്ന്. ഈ ലോകം മുഴുവൻ ഈശ്വര ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ സത്യം ഏകധർമ്മം എന്നാണ് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നത്. ഉപനിഷത്തുകൾ പറയുന്ന മനോഭാവത്തോടെ ജീവിച്ചാൽ ഒരാൾക്ക് ജീവിതത്തിന്റെ ഉയർന്ന നിലവാരത്തിലേക്ക് സ്വയം ഉയർത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. വ്യക്തിഗത മൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ ഗുണനിലവാരം ഉയർത്തുക മാത്രമല്ല, സമൂഹത്തിൽ ഐക്യവും സഹവർത്തിത്വവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് കൂടുതൽ ശാന്തമായ, സമ്മർദ്ദരഹിതമായ, യഥാർത്ഥത്തിൽ പുരോഗമനപരമായ ജീവിതം നയിക്കാൻ ഉചിതമായ ദിശാബോധം നൽകാനാവും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു ഡോക്ടർ രാധാറാണി ടീച്ചർ. ഇനി നമ്മൾക്ക് പ്രബന്ധത്തിന്റെ ചർച്ചയിലേക്ക് കടക്കാം. ഉപനിഷത്തുകൾ പഠിച്ചു കഴിഞ്ഞാലും ഉപനിഷത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രയോജനപ്പെടും, എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രയോജനം ഉണ്ടാവുക എന്നൊക്കെയാണ് ടീച്ചർ വിശദീകരിച്ചത്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷന്റെ കാര്യത്തിലും, അതുപോലെ സെൽഫ്ലെസ്നെസ്, പിന്നെ ജനറോസിറ്റി, അതുപോലെ എന്താണ് ഇന്റഗ്രിറ്റി, ഈ പോയിന്റ്സിലൊക്കെയാണ് ടീച്ചർ പ്രാമുഖ്യം കൊടുത്തത്. തീർച്ചയായും ഒരു ആധുനിക ലോകം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ഉപനിഷത്തുകൾ പഠിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇതിനെ റീവാല്യൂ ചെയ്ത് ഉപനിഷത്തിനെ, അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആധുനിക ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആധുനിക ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ നമ്മൾക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ എത്രത്തോളം സാധ്യമാകും എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അതിന്റെ പ്രയോജനപരത നിൽക്കുന്നത്. അത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. കാരണം നമ്മൾക്ക് പുതിയ പുതിയ വാല്യൂസ് ആവശ്യമാണ്. വിഷയങ്ങൾ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ജീവിത പരിസരം മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടാവുന്നതിനനുസരിച്ച്, വിദ്യാഭ്യാസം വർദ്ധിക്കുന്നതനുസരിച്ച്, അപ്പോൾ മാറ്റത്തിനനുസരിച്ച് റീവാല്യൂ ചെയ്ത് ഇതിന്റെ പ്രയോജനപരതയെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഈ വാല്യൂസും അതുപോലെ തന്നെ ബിലീഫ്, ഉപനിഷത്തിൽ പഠിക്കുമ്പോൾ നമ്മൾക്ക് ചില വാല്യൂസ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഈ ബിലീഫും ഇത് രണ്ടും കൂടെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം, അത് ഞാൻ പിന്നീട് ചോദിക്കാം. ഏതായാലും ചർച്ച ഓപ്പൺ ടു ഡിസ്കഷൻ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ടീച്ചറോട് ചോദിക്കാം. എല്ലാവരെയും ചർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഗുരു ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരും വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കണമെന്ന്. എല്ലാവരോടും സ്നേഹപൂർവ്വം ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സ്വാഗതം. ഡോക്ടർ യാത്രാണി, ഒരു ചോദ്യം ഒരു പ്രബന്ധത്തിൽ നിന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണല്ലോ ഡോക്ടർ യാത്രാണി. എന്തുകൊണ്ട് ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവിന് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത എന്തുകൊണ്ട് ഉപനിഷത്തുകളിലെ എത്തിക്സിന് അല്ലെങ്കിൽ മൂല്യങ്ങൾക്ക് നമ്മൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡോക്ടർ യാത്രാണിയുടെ ഒരു നിരീക്ഷണം എന്തായിരിക്കും? ഞാൻ ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. കാരണം കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരുടെ ഇടയിലാണ് അത് അത്രത്തോളം ഒരു സ്വീകാര്യത കിട്ടാത്തത്. പിന്നെ നമ്മുടെ ഉപനിഷത്തുകളെ കുറിച്ചുള്ള ശരിയായ വിവരണം വെസ്റ്റേൺ കൺട്രീസിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചിന്തയാണ്. അത് മാത്രമല്ല, നേരത്തെ ഇപ്പോൾ നമ്മൾ ഡോക്ടർ സുഗീത സൂചിപ്പിച്ചതുപോലെ ഇവിടെ എല്ലാം വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി പോകുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇൻറ്റ്യൂട്ടീവ് തലത്തിൽ മാത്രം ചിന്തിക്കുന്നു, സാധാരണ ലൈഫിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന ഒരു ചിന്ത ഒരു പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ളവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇഗ്നോയ്ക്ക് ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഒരു പഠിതാവ് പറഞ്ഞതാണ് ഫിലോസഫി ഒരു ഡെഡ് സയൻസ് അല്ലേ എന്ന്. അതിന് ചോദിക്കുന്നതിന് കാരണം ഇന്ന് ഫിലോസഫി എത്തേണ്ട രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉപനിഷത്തുകളുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു റിലിജന് മാത്രമായി അല്ല, അത് നേരാമണ്ണം സാധിച്ചിട്ടില്ല. മാക്സ് മുള്ളറെ പോലുള്ള കുറച്ചു പേര് മാത്രം നമ്മുടെ സമൂഹം തന്നെ ഇന്ത്യൻ ഫിലോസഫിക്ക് നൽകാറില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ നമ്മുടെ ഉപനിഷത്തുകളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കില്ലേ എന്നുള്ളത്. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടെ വേദാന്തത്തെ അവതരിപ്പിക്കുകയാണെങ്കിൽ സ്വീകാര്യത ഉണ്ടാവുന്ന ഡോക്ടർ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിപ്പോ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ആണല്ലോ നമ്മളിപ്പോ ഉപനിഷത്തുകളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാർ പോലും ഇതിനെ വെറുത്തു പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മോഡേൺ അപ്രോച്ചിൽ കൂടെ അത് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് ലോകത്തിന് സ്വീകാര്യത ഉണ്ടാവുകയില്ലേ എന്ന് അങ്ങനെ ഒരു കാര്യം ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു റിലിജിയൻ അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് പലർക്കും. അപ്പോൾ ആ റിലിജിയന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പലരും ഉപനിഷത്തുകളെ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് അത് പഠിക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ബിലീഫും വാല്യൂസും ഒരുമിച്ച് പോകുന്നു. നേരത്തെ ഡോക്ടർ സുഗീത ചോദിച്ചു, നമ്മൾ ഇതിനെയൊക്കെ കാണുമ്പോൾ മറ്റൊരു കോണിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവയൊക്കെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹലോ ഹലോ ഡോക്ടർ രാധാറാണിയുടെ ഡോക്ടർ രാധാറാണിയുടെ പ്രബന്ധം കേട്ടു. വളരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഉപനിഷത്തുകളെ കുറിച്ച് വളരെ വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ എനിക്കൊരു കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയത്, ഇതൊരു സ്മൃതികളുടെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇപ്പം മനുഷ്യ ജീവിതത്തിലെ ചില നിത്യജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ചില സംഗതികളെ കുറിച്ച് ഒരു തലത്തിലാണല്ലോ, ഒരു പരമമായ സത്യത്തെ അനുഭവിപ്പിച്ചു തരുന്ന ഗ്രന്ഥങ്ങളാണ് ആ ഒരു വിഭാഗമാണല്ലോ.
അപ്പൊ ആ തലത്തില് പരമമായ സത്യത്തെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ടായി. അതുമായിട്ട് നമ്മളങ്ങ് അഭിന്നമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു ചേരേണ്ട ചില അവസ്ഥകളല്ലേ, ചില ഇപ്പൊ പറഞ്ഞ ഈ കൃതികളുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഈ വാല്യൂ എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി. അപ്പൊ ആ കൃതികളുടെ തലത്തിലേക്ക് കൂടി ഒന്ന് ഉയരേണ്ടി ഇരുന്നു എനിക്ക് ഒരു തോന്നലുണ്ടായി. ഇതിനെക്കുറിച്ച് എന്താ ഡോക്ടർ രാധാറാണിയുടെ അഭിപ്രായം എന്ന് കേട്ടിട്ടുള്ള. ഹലോ ഡോക്ടർ സുഗീത, എനിക്ക് ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. രജിസാറാന്ന് തോന്നുന്നു. രജിസാറല്ലേ ചോദിച്ചത്? മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു വാക്കുകൾ. എന്താണെന്ന് അതിന്റെ ഒരു ആബ്സ്ട്രാക്ട് പിക്ചർ ഒന്ന് തരാമോ? എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. അല്ല, ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളൂ. മുറിഞ്ഞാ കേട്ടത്. രജിസാർ അതിന്റെ ഞാൻ സ്മൃതിയുടെ നിലത്തിൽ നിന്നിട്ടല്ലേ നമ്മൾ കൂടുതൽ ഉപനിഷത്തുകളിലേക്ക് പോയത്. അപ്പൊ ഒരു ശ്രുതിയുടെ തലത്തിൽ നിന്നിട്ട് കൂടി അതിനെ ഒന്ന് കാണേണ്ടതുണ്ടായിരുന്നല്ലോ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് സാർ. അതാണ് അഭിജോയ്സ് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്മൃതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, നിത്യജീവിതത്തിൽ നമ്മൾ കാണപ്പെടേണ്ട അങ്ങനെയുള്ള കുറെ മൂല്യങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പരമമായ സത്യത്തെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ, അതുമായിട്ട് ലയിച്ച് അഭേദമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിത്യജീവിതത്തിൽ വിവേകപൂർവമായിട്ട് ചിന്തിച്ച് ആ രീതിയിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോകത്തില്ലേ? അപ്പൊ ആ ശ്രുതിയുടെ ഒരു തലം കൂടി എടുത്ത് കാണിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കേട്ടോ, കേൾക്കാമോ? ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. കേട്ടോ? അതായത് ശ്രുതിയുടെ തലം കൂടെ പറയണം എന്നുള്ള. ശരിക്കും പറഞ്ഞാല് ഉപനിഷത്തുകളില് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യണം എന്ന് പറയുന്നില്ല. ഇപ്പൊ ശ്രുതിയായാലും സ്മൃതിയായാലും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഉപനിഷത്തുകളെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതിനെ നോക്കിക്കാണുന്നത് ഒരു ജീവിതത്തിൽ ഇപ്പോ മെറ്റഫിസിക്കൽ വേറെ, അല്ലെങ്കിൽ എത്തിക്സ് വേറെ. നമ്മൾ പറയാറുണ്ടല്ലോ, വീട്ടിലൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം. ആ ഒരു രീതിയിലല്ല ഉപനിഷത്തുകൾ കാര്യങ്ങളെ കണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ശ്രുതിയായാലും സ്മൃതിയായാലും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഇനി ആർക്കാ ചോദ്യം? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞാൻ സുഭാഷ് ആയിരുന്നു. സുഭാഷ് ചോദിക്കണം. ശരിക്കും ഈ നടരാജഗുരു പലപ്പോഴും അബ്സല്യൂട്ട് അഥവാ പരമ്പൊരുളിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇപ്പൊ ലോകത്തിൽ ഇന്ന് സംഗതമായിട്ടുള്ള ഏതൊക്കെ പ്രശ്നങ്ങളെയും പരിഹരിക്കാം. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ പ്രശ്നമാണെങ്കിലും, സാമ്പത്തികം, അപ്പൊ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫോർമേഷൻ, രാഷ്ട്രതന്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എത്തിക്സ്, വഴിപിരിഞ്ഞു പോകുന്ന എത്തിക്സിന്റെ ലോകം, ഇതിനെയെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉപനിഷത്തിന്റെ ദർശനങ്ങളെയെല്ലാം ഒരു മൂല്യ നവീകരണം ചെയ്ത് അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിമിതികളെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ 19ാം ശതകത്തിലേക്ക് അല്ലെങ്കിൽ ദർശനമാലയിലേക്കൊക്കെ വരുമ്പോഴേക്കും അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അബ്സല്യൂട്ടിനെ കേന്ദ്രമാക്കിക്കൊണ്ട്, പരമ്പൊരുളിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വലിയ സാധ്യത. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സന്ദർഭത്തിൽ ഒരു മൂല്യത്തെ കമ്പോള മൂല്യം അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വില മൂല്യത്തിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊടുക്കുന്നത്. ഇതെല്ലാം ഈ മൂല്യങ്ങളെ ഒരാള് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിർവ്വാണം എന്ന് പറയുന്ന മൂല്യത്തിൽ സമൂഹത്തിൽ ഒരു അപജയം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം നിലവിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അപജയത്തിനെ പരിഹരിക്കാൻ ഉപനിഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളത് രാധാറാണി ടീച്ചർ ഒന്ന് സൂചിപ്പിച്ചാൽ നല്ലതായിരുന്നു. ഓക്കെ. നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ കാണുകയാണ് ഉപനിഷത്ത് എന്ന് പറയേണ്ടിയിരിക്കും. ഇപ്പോൾ നടരാജഗുരുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു ഡയലക്റ്റിക്കൽ മെത്തേഡ് നമുക്ക് ഉപനിഷത്തുകളിൽ കാണാൻ പറ്റും. അതായത് വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉപനിഷത്തുകൾ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ വിദ്യാഭ്യാസമല്ല, എക്കണോമിക്കൽ, സാമ്പത്തികം അല്ല, ഏതൊരു വിഭാഗവും, ഏതൊരു ഡിപ്പാർട്ട്മെന്റും, മനുഷ്യന്റെ ഏതൊരു മേഖലയും, ജീവിതത്തിലെ ഏതൊരു മേഖലയും വളരെ
വ്യക്തമായ രീതിയിൽ ഉപനിഷത്തുകളിൽ കാണാൻ നമുക്ക് പറ്റും. അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏടുകൾ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ സാമ്പത്തികമായാലും ഇപ്പോ ധർമാർത്ഥ കാമ മോക്ഷ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് കാണുന്ന പല മൂല്യച്യുതിയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതൊന്നും പ്രയോഗവൽക്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഏതായാലും ഉപനിഷത്തുകളിൽ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. കാരണം ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ചോദിച്ചോളൂ. ഹലോ ഹലോ, നമസ്കാരം. ഉപനിഷത്ത് പ്രതിപാദിക്കുന്ന പരമമായ മൂല്യത്തിന്റെ വശം ഞാൻ അങ്ങനെ കേട്ടില്ല എന്ന് എനിക്ക് തോന്നി. അതും കൂടെ ഒന്ന് പറയാമെന്ന്. അതാണ് നമ്മുടെ രജിസ്ട്രാർ ചോദിച്ച അതിന്റെ അത് തന്നെയാണ്, അതേ അത്തരത്തിലുള്ള ചോദ്യം തന്നെയാണ് ലീലാമണിക്കും ചോദിക്കുന്നത്. ഒന്നോ രണ്ടോ സെന്റൻസിലൊന്ന് പറയാൻ അബ്സല്യൂട്ട് റിയാലിറ്റി അഥവാ യഥാർത്ഥ സത്യത്തെ അല്ലെങ്കിൽ ബ്രഹ്മം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. അതിനെ അറിയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് എങ്ങനെ സാധ്യമാകും എന്ന് കാട്ടിത്തരുന്നുണ്ട്. അപ്പൊ അതിനെ അറിയുകയും നമ്മുടെ ഈ ജീവിതത്തിലെ മൂല്യങ്ങളും തമ്മിൽ വ്യത്യാസമില്ല, യഥാർത്ഥ വ്യത്യാസമില്ല. കാരണം ആ റിയാലിറ്റിയെ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നീ എന്നുമുള്ള ഭാവം വിട്ടുമാറുകയാണല്ലോ. അപ്പോ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ മൂല്യങ്ങളും എല്ലാം അതിൽ അടങ്ങുകയാണ്. അല്ലാതെ മൂല്യങ്ങൾ വേറെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് പിന്നെ നമ്മുടെ കൺട്രോൾ ഓഫ് മൈൻഡ്, ബോഡി, അല്ലെങ്കിൽ എന്താ പറയാ ദയാദാനം എന്നൊക്കെ പറഞ്ഞതല്ലേ? ദയാദാനം, ദമം തന്നെ കാരണം. ഈ മൂന്ന് കാര്യങ്ങളും പ്രധാന മൂല്യങ്ങളായിട്ട് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പൊ മൂല്യം വേറെ, റിയാലിറ്റി വേറെ എന്ന രീതിയിൽ നമ്മൾ കാണണമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതെല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ആ റിയാലിറ്റിയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ഒരു ഓൾ ഇൻക്ലൂസീവ് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണ് പരമപ്രധാനമായ മൂല്യം എന്ന ചോദ്യം വേണമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ആ റിയാലിറ്റി അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം അതിലുണ്ട്. അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയത്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് ഈ പേപ്പറിന്റെ ഡിസ്കഷൻ സമയം കഴിഞ്ഞു. ഏതായാലും നല്ല ഒരു ഡിസ്കഷൻ നടന്നു. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല് ആധുനിക യുഗത്തെ റീവാല്യൂ ചെയ്ത് നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിലും റീവാല്യൂ ചെയ്ത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ വേണം ഉപനിഷത്തുകളെ സമീപിക്കേണ്ടത് എന്നുള്ളതും കൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ചർച്ച അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. Now let us go to the next paper. Srimati Anju Dilesh is to present the next paper. The title of the paper is The Concept of Symphony of Values in Guru Nitya Chaitanya Yadi. It's a very interesting paper. മൂല്യങ്ങളുടെ സംഘനൃത്തം. First, let us hear the paper. I cordially invite Srimati Anju Dilesh to present the paper. Madam, please. Thank you, ma'am. Shall I present the screen now? Okay, you can share.
Can you see this? Yes, it Yes, is we visible. can see. Okay. Pranam to Guru and Namaste all. The concept of symphony of values in Guru Nitya Chaitanya Nidhi. Symphony of values. മൂല്യങ്ങളുടെ സംഘനൃത്തം. Values are many, but in a symphony, they become one. As the name indicates, Symphony of Values is a project designed by Guru Nitya Chaitanya Nidhi in 1988 May. As the name indicates, Symphony of Values is a project designed by Guru Nitya Chaitanya Nidhi in 1988 May to integrate values and art forms of various cultures. It is a presentation of various art forms based on spiritual and aesthetic values. Through these values, one can attain the absolute value, which is the basis of all these values. By understanding and enjoying these values, one can find out a harmonious connection between the values and philosophies of various cultures and reach the conclusion that all these values are the ways of reaching the absolute. The sublime feelings in the mind of man shape the art and literature made by him. Thus, the sublime work of art leads man towards wisdom. Narayana Gurukula and Brahmavidya Mandiram are the centers which teaches wisdom through unitive sciences and push away the barriers and overcome the limitations of boundaries. To enter the world of values, one should start from the beginning where space and time meet. It can be considered as a geometrical point in which art is embedded. To connect a work of art with time and space, a definite structure is required. അതായത് ഉദാത്തമായ ഒരു കലാസൃഷ്ടിയിൽ സ്വരങ്ങൾ ലയിച്ചു ചേരുകയും താളങ്ങൾ ക്രമമായി വരികയും വേണം. To produce such a work of art, we must attain the wisdom which does not negate oneness and duality. But we have to move from the duality to oneness, that is, from lower to higher. Every movement in nature is modeled on this principle. To illustrate this concept, we can take the example of color solid. See, this is the color solid. Here, each color is ascending or descending in their amplitude, force, or frequency. The adjacent colors are not entirely different, but their difference is the difference of their frequency or amplitude. That is, in between the colors, black and white, there are the shades of gray. They are not just the two opposite poles. അതായത് ബ്ലാക്കിനും വൈറ്റിനും ഇടയിൽ എപ്പോഴും ഗ്രേയുടെ ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫോഴ്സ് മാറുന്നതനുസരിച്ചാണ് ഒരു കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് ചേഞ്ച് ഉണ്ടാവുന്നത്. അല്ലാതെ ബ്ലാക്ക് വൈറ്റ് എന്ന് പറയുന്ന ഒരു ദ്വൈതം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അതിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് കളേഴ്സിന് ചേഞ്ച് ഉണ്ടാവുന്നത്. Okay. In the rainbow, violet and red are in the two opposite poles, but there is a gradual change in their frequency. അതായത് നിറങ്ങൾക്ക് എവിടെയും മുറിവില്ല. വർണ്ണരാജിയിലെ വയലറ്റും ചുവപ്പും രണ്ട് ധ്രുവങ്ങളുള്ള ഒരു ഘടനയിലെ രണ്ട് അക്ഷങ്ങളാണെങ്കിലും അവയിലെ അനസ്യൂതത ഏകമാണ്. Such a neutral point of view should be adopted when we encounter the one and the many. Values are many, but in a symphony, they are one. So, we can say that it is a review of values and it explains how the values of East and West meet. Now, how art and mathematics is connected? For that, we can go to the theory of Pythagoras. Okay, music is an art and mathematics is purely a scientific subject, according to us, but they are interconnected.
To understand the harmonious connection between music and mathematics, we can read an excerpt from the book Greek Chindagal written by Guru Muninarayana Prasad. ഒരിക്കൽ പൈതഗോറസ് ഒരു ഇരുമ്പ് പണിശാലയുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഇരുമ്പുകട്ടി പഴിപ്പിച്ച് അടകല്ലിൽ വെച്ച് അടിക്കുന്നതിന്റെ താളക്രമത്തിലുള്ള ശബ്ദം തുടരെ തുടരെ ഉണ്ടാകുന്നത് കേട്ടു. പലതരം കൂടങ്ങൾ മാറി മാറി അടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങൾ ചേരുമ്പോൾ ഒരു സംഗീത മാധുരി ഉണ്ടാകുന്നതായി അദ്ദേഹം കണ്ടു. വലിയ കൂടം കൊണ്ടടിക്കുമ്പോഴുള്ള സ്വരത്തിന് താരത കുറവുള്ളതായും ചെറിയ കൂടം കൊണ്ടടിക്കുമ്പോഴുള്ള സ്വരത്തിന് താരത കൂടിയ നാദം കേൾക്കുന്നതായും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടങ്ങൾ തമ്മിലുള്ള ഭാരവ്യത്യാസം അനുസരിച്ച് അവയുണ്ടാക്കുന്ന സ്വരങ്ങളുടെ താരത മാറുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംഗീതോപകരണങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ കുഴലുകളുടെയും തന്ത്രികളുടെയും നീളം മാറുന്നതനുസരിച്ച് അവയുണ്ടാക്കുന്ന നാദവും മാറുന്നതായി കണ്ടു. ഇങ്ങനെ സംഗീതത്തിന്റെ താളത്തിലും സ്വര താരതയിലും അതിന്റെ ആത്മാവായിരിക്കുന്നത് കണക്കാണെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. So he came to the conclusion that mathematics is the soul of the rhythm of music. Both are interconnected. He also found its relevance in the search for the absolute. The Pythagoreans viewed the universe in the light of mathematics. They believed that there is an unheard music in the movement of spheres. They also viewed that the values and ethics are inseparable from the universe. Everything is interrelated. അതായത് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ആർട്ട് സബ്ജക്റ്റ് ആണ്, അതൊരു കലയാണ്. അതേസമയം മാത്തമാറ്റിക്സ് ഒരു സയന്റിഫിക് സബ്ജക്റ്റ് ആണ്. ഇത് തമ്മിൽ ബന്ധമില്ലെന്നാണ് സാധാരണ മനുഷ്യന്റെ വിശ്വാസം. പക്ഷേ ഇത് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്. But Narayana Guru says in verse 73 of 100 verses of self-instruction as, in one substance there are many, and in many things there is one meaning. Reasoning this, everything becomes inseparably inclusive in knowledge. Not all know this great secret. That is, everything is included dialectically in knowledge. അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എല്ലാ സബ്ജക്ട്സും റിലേറ്റഡ് ആണെന്ന് പറയുന്നു. അതേസമയം നാരായണ ഗുരു പറയുന്നു എല്ലാ സബ്ജക്ട്സും അല്ലെങ്കിൽ എല്ലാം, ലോകത്തുള്ള എല്ലാം അറിവിൽ ഒന്നായി അടങ്ങിയിരിക്കുന്നു എന്നാണ് ഗുരു പറയുന്നത്. സോ ദ സിംഫണി ഓഫ് വാല്യൂസ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഇന്റഗ്രേറ്റ് ഓൾ ഫീൽഡ്സ് ഓഫ് നോളജ്. The field of interest of this project is the entire universe. അതായത് ലോകത്തിലുള്ള എല്ലാ കലകളെയും യോജിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമാണ് ഗുരു നിത്യ ഇവിടെ അവതരിപ്പിക്കുന്നത്. It is the application of aesthetics and values into our life. It focuses on both the general and specific interest of human beings. They are classified under the following headings: architecture, music of architecture, music, dance, painting, sculpting, poetry, theater, photography, films, folk arts, and contemplative sciences. First one is architecture. This includes the history of architecture of ancient civilizations. It also traces the evolution of the science and art of building construction from simple cottages to complex city planning. This includes residential houses, office buildings, hotels, temples of worship, industrial complexes, and public institutions. So these are some famous buildings. Architecture is to be understood by looking at the ground plan of and elevation and details of specific parts of all the geometric designs which have gone into the construction. There is a collection of videotapes of different architectural styles, that is pyramids, cities, monuments such as the Taj Mahal of Agra, Empire State Buildings of New York, ഒപ്പേറ ഹൗസ് ഓഫ് സിഡ്നി എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളുടെയും കണക്ഷൻ അത് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്. There is a library with basic
books on architecture, classified culture-wise and time-wise. There are conferences on architecture held in different parts of the world. Next one is music of architecture. In the Romanesque and Gothic cathedrals of Europe, masjids of Islamic countries, temples of India, all these have adaptations of musical mathematics to design the building as a whole. The details of them are made available in books and cassettes. The idea of music in architecture mainly came from the Chartres Cathedral in France. This is the Chartres Cathedral. This is an exemplary model of Gothic architecture. In the centuries between 11th and 14th centuries, many buildings in Europe have adopted works of great masters in classical music. These specific aspects are of great interest to artists who sculpt, paint, and make ornamental designs in brass, silver, and in wood carving. To show the synchronicity of Baroque art with musical expressions, there has to be an audiovisual presentation of these architectural pieces accompanied by recordings of concerts of Baroque art in music. This is called the music of architecture. Third one is music. Music is a phenomena which we can experience in all parts of the world. Each country has its own specialization in instrumental music. After the Italian Renaissance, music became a high achievement in all the European countries. One can truly enjoy the music if properly explained with theories and practice. So, there is a collection of the BBC recordings of various musicians of the world. Also, there is a comparative study of the music of the native Indians of America. One of the most interesting studies in the world is to see the evolution of music and musical instruments and their modes of presentation. Even the composition of one single musician can be presented differently with the choice of instruments. In Indian music, there is a good collection of performance by classical artists, both of Carnatic and Hindustan music. There are audio cassettes from Bengal. As we pass from Spain to Italy, Greece, Persia, Northern India, Burma, Thailand, Malaysia, and Indonesia, and go into the Pacific Islands and come to the west coast of America, we can trace the golden thread of musical unity which makes world music. There is a collection of audio and visual presentation of music from most countries representing world culture. In the present schedule, each exposition is preceded by an introductory class. Participants are expected to make their own papers to share their musical experience with others. Next one is dance. In music, we get a confection of melody of voices and harmonies of instrumentation. It is impossible for people to keep one's body rigid and firm on hearing music. We want to dance. Music prompts man to dance according to its harmony and rhythm. In the course of studying the history of music and dance, the emphasis is on how special music notes are to go with the appropriate dance forms. Dance is another excellent field for comparative study in the postures, body movements, acoustics of the harmony of voices and of instruments. This is a theme which can highlight the subtlest aspect of music as well as the rhythmic beat when the same is presented live or on a screen. Occasionally, there is the presence of celebrities in dance of all kinds to pay homage to the art of dance. The art of dance is metaphorically symbolizing the art of life itself. India is a country which had developed Bharatanatyam
and it has been evolving from the times of Vedic culture to this day. These are some traditional art forms of India. Many regional specializations of dance are now performed in each part of India. There are also dance forms derived from folk dance and mythology. Most Far East countries like Malaysia, Indonesia, and Thailand have adopted an improvised Indian dance with due consideration to suit their language and culture. Here, dancers are invited from different parts of the world to enrich sensibility as promoters of one world culture. Next one is painting. Painting is a general name that can be given to the visual representation of the stills. Drawing can represent postures and gestures drawn from the dynamic forms of dance, such as the Tandava of Nataraja. If we take the still photographs of dancing Shiva, we get as many variations as about 200 postures in motion. Each has a unique beauty in itself that will clearly show us the aesthetic perfection in the design of the human body. Some of the greatest portraits of human faces can be casually seen both in opera and dance performances, which we randomly choose from anywhere in the world. These are some paintings. Next one is sculpting. The still used for painting is also the theme for sculpting, both realistic models of the human postures and portraits, and out of its artist, according to his or her temperament, can make many abstractions which can give an evolutionary picture of the basis forms from which all arts are derived, and can also serve as a study of their origin and development into perfection. Representative art in stone, wood, metal, etc. can serve as symbols of futuristic messages and in glorifying great themes like love and devotion. Next one is poetry. In all the above arts, what remain at the core is the poetic vision of man. The entire human literature is a sanctuary that preserves the achievements made by poets ranging from Valmiki and Vyasa, Homer and Dante, and Lao Tse. And the great poets who were in the courts of all regal assemblies. Even a person who does not have enough words to present his or her inner passion in poetry finds his or her ideas and ideals in the poetry of others. So it holds poetry reading as one of the main programs. These are all about poetry. The rest of the subjects are theater, photography, films, folk arts, and contemplative sciences. So ഇതിനെപ്പറ്റിയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ശേഖരിച്ചിട്ടുണ്ട്. Now I am concluding this paper. Contemplative introspection and going into silence has the culminating effect of synthesizing all these arts. This is the symphony of values. In brief, nurturing and promoting the values of different cultures, we can find out a harmonious connection between them and sublimate the mind to the higher levels of wisdom. അതായത് ഉദാത്തമായ മൂല്യങ്ങളിൽ കൂടി നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു എവ്രിവൺ. Okay, thank you, Srimati Anju Dinesh. Thank you, ma'am. I think Srimati Anju Dinesh have concentrated on the symphony of values in art and architecture. Now the paper is open for discussion. ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കൽ ചോദ്യങ്ങൾ മാത്രമല്ല, ഒത്തിരി കൂട്ടിച്ചേർക്കലുകളും ഈ പേപ്പറിൽ സാധ്യത കാണുന്നു. അതുകൊണ്ട് കൂട്ടിച്ചേർക്കലുകളും നടത്താവുന്നതാണ്.
എല്ലാവരും ചർച്ചയ്ക്ക് മുന്നോട്ട് വരിക. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അത് അഞ്ജുവിനോട് മാത്രമല്ല മറിച്ച് എല്ലാവരോടുമായിട്ടാണ്. കാരണം നമുക്കിപ്പോൾ ഈ സിംഫണി ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് വളരെ ഡീപ്പായിട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിലും ഇതിന് പറ്റിയ ഒരു ഗ്രന്ഥം കൃത്യമായിട്ട് നമുക്ക് ഉണ്ടോ, അതോ ഗുരു അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എഴുതിയിട്ടില്ലേ, അതോ എഴുതിയിട്ട് നഷ്ടപ്പെട്ടു പോയതാണോ, അങ്ങനെ ഒരു സംശയം ഇപ്പോൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് റിസർച്ചേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഗ്രന്ഥത്തെ കുറിച്ചിട്ടൊന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നെങ്കിൽ. അത്രയേ ഉള്ളൂ. അങ്ങനൊരു പുസ്തകം ഉണ്ടോ സുഭാഷ്? മൂല്യങ്ങളുടെ സംഘനൃത്തം. അതിന്റെ ഒരു പ്രിലിമിനറി കോപ്പി ആരുടെ കയ്യിലുള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോ ഞാനത് കണ്ടിട്ടില്ല. ആരോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു വടക്കേതൊരു ഗുരുകുലത്തിലാണ്. ഇപ്പൊ അത് ആരുടെ കയ്യിലാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു കോപ്പി മൂല്യങ്ങളുടെ സംഖ്യ നൃത്തവും തന്നെയാണല്ലേ? മൂല്യങ്ങളുടെ അത് യതിചരിതത്തിന്റെ അനുബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാരായണ ഗുരു എന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രമാണം, അതിലെ വാല്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഴ്സ് ആയിട്ട്. അല്ല, ശരിക്കും എനിക്ക് ഇതിനകത്തൊരു പറയാനുള്ള ഒരു കാര്യം, ഹലോ, ഇതൊരു ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ ഗുരു നിത്യ ചൈതന്യ. It is a project started by Nadaraja Guru. In the first sentence itself, he said it's a project started by Guru. Actually, it was started by Nadaraja Guru in 1932. PhD thesis itself is a symphony of value in education. And an outline for economics, an integration of values in economics is designed, already designed. Aesthetics is designed, and ethics, all these subjects, fundamentals of axiology. These subjects are axiology subjects, and such integration was visible in the works of Guru Nitya Chaitanya. For instance, in education also we can see the integrated symphony of values. And in psychology we can see the symphony of the Eastern and Western psychology. And the core valuable book is Psychology and Eastern Perspective, where we can see a normative norm identified by Guru Nitya Chaitanya. And this is the only book where we can see a normative norm for integration of all value aspects. The self, which is outside the field of psychology, was integrated. For instance, Roberto Assagioli, Guru Nitya Chaitanya is telling, he tried to integrate psyche or soul in psychology. And for that, he tried to rebuild the norm for psychology, that unconscious, the Jung's unconscious changed it to consciousness. And that particular term, consciousness, is the normative norm for psychology, for integration of or symphony of values in psychology. And where depth psychology and the behavioral psychology is perfectly integrated. We can see around 20 books related to this integration of psychology in Guru Nitya Chaitanya works. And further in music also, Purandara Dasa and Tyagaraja Swami, they attend Kaivalya. But this is the absolute level of music. And from that absolute value aspect only, we can integrate the all values. And in the symphony of values, what is the main feature is, it is just like a Beethoven symphony. And whenever Beethoven stops the music, the people will throw the chair into the stage. Because when the symphony is lost, people will be disintegrated. And such integration of the people and the involvement of the people is the purpose of this symphony of values. And we can see such integration, and it's the fundamental work by Nadaraja Guru. And in Kalidasa's works of Jaghvamsha, Kumara Sambhava and Abhijnana Shakuntala, we can see such an integration in a beautiful way, which was also presented by Nadaraja Guru. And we can see so many types of such integration, and a research mind is already required for such an integration and a detailed study of Symphony of Values. Even though a book is not available for the Symphony of Values in Guru Nitya Chaitanya, also we can integrate the symphony. We can collect the symphony in all psychology, art, literature,
and so many other forms, architecture and music, every form can be integrated, and which can be integrated directly to Nataraja Guru's work also. The axiology will be integrated. For that, an absolute norm is required, and that was identified by Nataraja Guru. And that is my point regarding to this. Thank you, Subhash. Thank you, Subhash. Srimati Anju Dinesh. Yes, ma'am. I think you have listened what Yes. Dr. Subhash has said, and in Yes, addition ma'am. Thank to you, Subhash sir, for the information. in addition to what you have mentioned in your paper, that is symphony of values in art and architecture. In addition to that, you can integrate the symphony of values in aesthetics, ethics, economics, psychology, etc., etc. Well, next time when you write the paper, you can consult with Dr. Subhash. Okay. Okay, ma'am. Thank you. Is anybody else asking questions? Anybody else? Please. Now let us go to the next paper. Swami Tanmaya is presenting the next paper. The paper is on how does Nataraja Guru restate and reevaluate the Vedanta philosophy. In this paper, Swami clearly explains what is dialectic and what is dialectical revaluation and what is yoga and Nataraja Guru. How does Nataraja Guru restate and reevaluate the Vedanta philosophy and with reference to Bhagavad Gita. Swami, with all respect, I invite you to present the paper. Swami, please. Namaskara. Namaskara. Pranams to Guru. Moderator Dr. B. Subida. The coordinator of the webinar, Sri Bijoyce, and dear friends, Namaskaram to all. As mentioned by the moderator, the theme of my paper is how does Nataraja Guru restate and reevaluate the Vedanta philosophy. So the previous two papers were on value, an introduction to value and the symphony of values. This paper is on the science of values. And the heading itself shows reevaluate. So the spectrum of values extends from food to freedom. And there is an absolute value, Ananda. The first reevaluation, I found what Nataraja Guru has given to this name Ananda is, usually it is translated as bliss. That will take us to the concept of bliss of a yogi. But Nataraja Guru put the word value, Sat Chit Ananda, existence, subsistence, and value. So in this realm, we have to go beyond reasoning to a dialectical reasoning, or uha poha vijakshanada, or yoga yukti, or intuition, andaprajna, andardarsana. So let me start my paper with a quotation given in the magnum opus of Nataraja Guru,
an integrated science of the absolute. Quote, Professor M. Eliade, professor of University of Bucharest, once boldly generalized and said that the history of religion consisted always of dialectical reevaluation of something previously existing. So the two words here used is dialectical and reevaluation. Here the dialectics is the realm of value. Then Guru continues, apply this view to the context of Vedism. It is not difficult to find that Vedanta is a revaluation of Vedas. When the Vedism is revalued and absolutist factors enter into the system of values within which humans are concerned, they are promoted from relativistic Veda to an absolutist Vedanta, resulting from a dialectical revaluation of the former, that is the Vedas. മതങ്ങളുടെ ചരിത്രം നോക്കിയാൽ അവിടെ യോഗാത്മകമായ ഒരു പുനർമൂല്യ നവീകരണം നടക്കുന്നതായിട്ട് കാണാം. വേദങ്ങളുടെ മൂല്യ നവീകരണത്തിൽ നിന്നാണ് വേദാന്തം ഉണ്ടായി വന്നത്. സാപേക്ഷമായ മൂല്യങ്ങളുടെ സ്ഥാനത്ത് നിരപേക്ഷമായ പരമ്പൊരുളിന്റെ മൂല്യങ്ങൾ വക്താക്കളായ മനുഷ്യരിൽ അങ്ങനെ വന്നു ചേരുന്നു. About 5,000 years of period we can imagine for that revaluation of Veda to Vedanta. Vedanta combines and reconciles Veda with the critical and philosophical aspects of wisdom into Brahma Vidya as a science of the absolute. ഏതാണ്ട് 5000 വർഷം ഈ വേദാന്തമായി പുനർമൂല്യം ചെയ്യുന്നതിന് വേണ്ടി വന്നിരിക്കാം. The philosophy of Narayana Guru may be said to be the culmination of revalued Vedantism in India recent times. അടുത്ത കാലത്ത് വേദാന്ത ശാസ്ത്രത്തെ പുനർമൂല്യം ചെയ്ത് അവതരിപ്പിച്ചത് നാരായണ ഗുരുവാണ് എന്നാണ് നടരാജ ഗുരുവിന്റെ അഭിപ്രായം. Vedanta is neither a religion nor a rival philosophy, but a correct attempt to integrate all Indian thought under one methodological, epistemological, and axiological discipline. വേദാന്തം ഒരു മതമല്ല, ഒരു പകരം വയ്ക്കാവുന്ന തത്വചിന്തയുമല്ല. ഭാരതത്തിലുണ്ടായിട്ടുള്ള ചിന്താപ്രസ്ഥാനങ്ങളെ സമന്വയിച്ച് ശാസ്ത്രരീത്യ അവതരിപ്പിക്കുന്ന ഒരു പഠന ശാഖയാണ്. ഇനി ചില പദങ്ങൾ കുറച്ച് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാലേ ഗുരു പറയുന്ന ആ റിവാലുവേഷനിലേക്ക് നമുക്ക് എളുപ്പം മനസ്സ് എത്തിച്ചേരും. Absolute, what is absolute? Absolute reality in its perfect, absolute is reality in its perfect totality. Absolute truth is beyond the reach of word and mind. Absolute emerges from the unitive understanding of the two counterparts in generalization. Absolute cannot be conceived except through the method of neutralizing and cancelling the counterparts like one many. പരമമായ സത്യത്തെപ്പറ്റി അഥവാ ജീവിതത്തെപ്പറ്റി വിരുദ്ധ കോടികളിൽ നിന്നുള്ള 2 പരാമർശങ്ങൾ നടത്തിയിട്ട് അവിടെ ഉദ്ദേശിക്കുന്ന സത്യത്തെ സ്വന്തം ധ്യാന ദൃഷ്ടി കൊണ്ട് ഉള്ളിൽ കണ്ടുകൊള്ളുന്നതിന് സാധകന് വിട്ടുകൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് യോഗാത്മകമായ ചിന്താ പദ്ധതിയുടെ സവിശേഷത. Wisdom refers to finalized knowledge. Such knowledge could result when mind is properly focused. ഇനി വിസ്ഡത്തെ പറ്റി പറയും. The focusing involves a methodology, epistemology, that is the science of knowledge, and axiology, the science of the absolute, the ultimate value. What is methodology then? Methodology emerges when orderliness is attempted
in the constant task of matching ends and means of which life mainly consists. ജീവിതത്തിൽ മുഖ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് മാർഗം, ലക്ഷ്യം എന്നിവയെ പൊരുത്തപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. ഈ നിരന്തര പരിശ്രമത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചിന്താ പദ്ധതി പ്രസക്തമായി വരുന്നത്. മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് യോഗയുക്തി. ഈ പരിഹാര മാർഗം ബാഹ്യ കാര്യങ്ങളെയോ വസ്തുക്കളെയോ വിഷയങ്ങളെയോ ആശ്രയിച്ചിട്ടുള്ളതല്ല. ഇനി ഡയലക്റ്റിക്സിനെ പറ്റി വീണ്ടും. ഡയലക്റ്റിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ റാദർ ദാൻ റീസൺ. യോഗാത്മക ചിന്തയിൽ അന്തർജ്ഞാനത്തിനാണ് യുക്തി വിചാരത്തേക്കാൾ പ്രാധാന്യം. The relationship between dialectics and yoga is presented by Nataraja Guru. It is a special contribution of Nataraja Guru. Yoga is a dialectical approach to contemplative life. Nataraja Guru wrote a commentary for Bhagavad Gita in the light of dialectics, presenting Bhagavad Gita as a textbook on dialectics. യോഗാത്മകമായ രീതിയിൽ ഗീതയെ ആദ്യമായി വ്യാഖ്യാനിച്ചത് നടരാജ ഗുരുവാണ്. ഗീത ബ്രഹ്മവിദ്യയുടെ പാഠപുസ്തകമാണ്. അതൊരു ശ്രുതിയാണ്, സ്മൃതിയല്ല എന്ന് നടരാജ ഗുരു എടുത്തു പറയുന്നു. ഗീത deals with the eternal truth which has gained the status of an elevating scripture. Gita proclaimed at the end of each chapter as thus ends in the Upanishads of the song of God, in the science of wisdom of the absolute, in the dialogue between Sri Krishna and Arjuna. Iti Srimad Bhagavad Gitasu Upanishads Brahma Vidyayam Yoga Shastre Sri Krishna Arjuna Samvade. The dialectical methodology was known at the time of Zeno and Parmenides in the West, which revealed the same method of yoga yukti. It was present in the days of Plotinus also. In our recent times, Hegel and Bergson have mystical contemplative approach to happiness or wisdom. സോക്രട്ടീസിന് മുമ്പ് ജീവിച്ചിരുന്ന സീനോ BC 495, പാർമിനിഡസ് BC 515, പിന്നീട് 90 വർഷം കഴിഞ്ഞ് ഹെഗലിനും ബെർഗ്സണിലും ഇതേ ഡയലക്റ്റിക്സ് കാണാവുന്നതാണ്. ഡയലക്റ്റിക്സൽ മെറ്റീരിയലിസം put stress on materialistic study. Dialectics with the materialistic, social, and historical bias is only a very limited and partial aspect of dialectics or yoga taken as a whole. ഇന്ന് കാണുന്ന ഡയലക്റ്റിക്സ് ഭൗതികമോ ചരിത്രപരമോ സാമൂഹികമോ ആയ ഒരു ചായ്വുള്ളതാണ്. അത് ഡയലക്റ്റിക്സിനെ ഭാഗികമായി ഉൾക്കൊള്ളുന്നുള്ളൂ. Dialectics have been called by Plato as the coping stone of wisdom. The dialectical method is the exercise of a faculty which is a precious privilege to man and heritage which distinguishes man. Plato അഭിപ്രായപ്പെട്ടത് ഡയലക്റ്റിക്സ് എന്നത് ജ്ഞാനത്തിൻ്റെ തൊപ്പിക്കല്ലാണ് എന്നാണ്. ഡയലക്റ്റിക്സ് എന്നത് മനുഷ്യന്റെ ദിവ്യമായ ഒരു വിശേഷ ഭാഗ്യമാണ്, അത് അനുഗ്രഹമാണ്. Great intellectual stalwarts in India also missed the delicate methodology of dialectics. They resort to reasoning more in their commentaries. So the commentaries become hair splitting, thus becomes unreadable. Even then Nataraja Guru agrees with their commentaries. യോഗാത്മകത ചിന്തയുടെ മഹത്വം ഭാരതത്തിലെ ഭാഷ്യകാരന്മാർ മറന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. യുക്തിഭദ്രമായ ചിന്തയ്ക്കായിരുന്നു അവർ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് അവർക്ക് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. നടരാജ ഗുരു അവരെയെല്ലാം അനുമോദിക്കുന്നു. എങ്കിലും അത്തരം ഭാഷ്യങ്ങൾ തലനാര കീറുന്നതായതുകൊണ്ട് അവ വായിക്കുവാൻ എളുപ്പമായിരുന്നില്ല എന്നും അഭിപ്രായപ്പെടുന്നു.
നടരാജഗുരു നടത്തിയെന്നില് യോഗാത്മകമായ നടത്തിയ വേദാന്തത്തിലെ യോഗാത്മകമായ മൂല്യ നവീകരണത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഗീതാ വ്യാഖ്യാനം രചിക്കുന്നതിലെ ചില സവിശേഷതകളാണ് തുടർന്ന് പറയുന്നത്. അതിനായി നാമാത്മക ഭാഷയും രൂപാത്മക ഭാഷയും ഉപയോഗിച്ചാണ് നടരാജഗുരു ആ കൃത്യം നിർവഹിച്ചത്. പക്ഷേ ഇവിടെ ഞാൻ നാമാത്മക ഭാഷയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. The certain salient points of the discussion on Vedanta revalued and restated by Nadarajaguru is very briefly presented till now. Now, Nadarajaguru's Gita commentary's uniqueness is going to discuss. Both meta-language and proto-language were used to give clarity to thought. I am limiting my presentation by resorting to meta-linguistic aspect only. Dialectical method in Gita. The importance of the first chapter of the Gita is specially mentioned by Nadarajaguru. Arjuna Vishada Yoga, or the dialectical conflict of Arjuna, contains the problems of the Gita stated correctly before the discussion of Guru Krishna. The first chapter therefore requires the closest attention. The remaining 17 chapters of the Gita make an attempt to dialectically reevaluate the same problem of the first chapter. ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായത്തിലാണ് മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഗുരുവായ കൃഷ്ണൻ മൂല്യ നവീകരണം ചെയ്യുന്നത് ആണ് ബാക്കി 17 അധ്യായങ്ങളിലുള്ളത്. അതുകൊണ്ട് ഒന്നാം അധ്യായത്തിന് വേണ്ടത്ര പ്രാധാന്യം അർഹിക്കുന്നതായി നടരാജഗുരു കരുതുന്നു. ഭഗവത്ഗീതയിലെ യോഗയുക്തിയുടെ ഒരു ഉദാഹരണമാണ് 2-ാം അധ്യായം 16-ാം ശ്ലോകം. നാ അസതോ വിദ്യതേ ഭാവോ നാ അഭാവോ വിദ്യതേ സതഃ ഉഭയോരവി ദൃഷ്ടോ അന്ത തനയോർ തത്വദർശിഭിഃ. What is unreal cannot have being, and non-being cannot be real. The conclusion in regard to both of these have been known to philosophers. ഇല്ലാത്തതിന് ഉണ്ട് എന്ന ഭാവം അറിയപ്പെടുന്നില്ല, ഉള്ളതിന് ഇല്ലായ്മ അറിയപ്പെടുന്നില്ല. ഈ രണ്ടിൻ്റെയും നിശ്ചയം തത്വം അറിയുന്നവരാൽ അറിയപ്പെട്ടിട്ടുണ്ട്. Here we have two propositions stated together, one being the counterpart of the other. Gita is a wisdom dialogue of a non-religious, contemplative and philosophical order. The word Sat, as employed in this verse, has some connotation of its own, as really understood in neutral terms as between existence and non-existence. While the cancelling out of existence with non-existence might lead to shunya or emptiness, but the Sat of the Vedanta of the Gita is meant to represent the absolute. The difference which perhaps become clear if explained in mathematical terms. If you subtract two equal quantities, the answer is 0. But in the case of the operation in the form of a fraction, the result is not 0, but 1. 10 minus 10 is equal to 0. 10 by 10 is equal to 1. The unity absolute is to be similarly understood as different from the mere nothingness which results from a mechanistic form of reason. Unity reason is based upon an intuitive or dialectical awareness. ഇവിടെ സംഗതമായി വരുന്ന ഭാവാഭാവങ്ങൾ പരസ്പരം നിരാകരിച്ചുകൊണ്ട് ശൂന്യതയെ പ്രദ്യോപിക്കുന്നതായി കണ്ടു. വേദാന്തികൾ മറിച്ച് അതിനെ തന്നെ ആത്മാവിൻ്റെ ഉണ്മയായി എടുത്തു കാണിക്കുന്നു. ഭാവാഭാവങ്ങളുടെ നിരാകരണം ഒരാൾക്ക് ശൂന്യമായി വരുന്നതോ വേറൊരാൾക്ക് ആത്മാവായി തീരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10-ൽ നിന്നും 10 കുറച്ചാൽ കിട്ടുന്നത് 0 10-നെ 10 കൊണ്ട് ഹരിച്ചാൽ തരുന്നത് 0 ഒന്നാണ്. ഈ വ്യത്യാസം വിജ്ഞാനവാദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും സമീപന രീതിയിലുള്ളതിനെ നടരാജഗുരു ആധുനിക ഗണിതശാസ്ത്രത്തിൻ്റെ സഹായത്തിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു. കൺക്ലൂഷൻ. നടരാജഗുരു
revalued and restated Vedanta using mainly the dialectical method. Dialectical revaluation happens in the history of religion all over the world. Narayana Guru is the dialectical reevaluator of Vedanta in recent times in India. Nataraj Guru made a search into the teachings of all wisdom teachers all over the world and found the element of reevaluation in them. Nataraj Guru presented this secret of dialectics in modern scientific terms for the coming generation. Both meta language and structural language or proto language is used by Nataraj Guru for that purpose. Bhagavad Gita, in the light of dialectics, is commented by Nataraj Guru for the first time in the history. ലോകത്തുള്ള സത്യദർശികൾ അവതരിപ്പിച്ച സത്യദർശനത്തിന്റെ ചിന്താരീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന യോഗാത്മകത കണ്ടെത്തി ആധുനിക ശൈലിയിൽ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിക്കുകയായിരുന്നു വേദാന്ത ലോകത്ത് നടരാജ ഗുരു ചെയ്ത പ്രധാന മൂല്യനവീകരണം. ഈ യോഗചിന്തയിലൂടെ, ഈ യോഗാത്മക ചിന്തയിലൂടെ ഭാരതത്തിൽ അടുത്ത കാലത്ത് മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചത് നാരായണ ഗുരുവാണ്. യോഗയുക്തിയിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ഗീതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി രചിച്ചത് നടരാജ ഗുരുവാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ എവരിവൺ ഫോർ ഹിയറിംഗ്. വളരെ സന്തോഷം സ്വാമി. ഇനി ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. വേദാന്തത്തിന്റെ മർമ്മമായിരിക്കുന്ന കാര്യങ്ങളാണ് സ്വാമി വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് സംശയങ്ങൾ എങ്കിലും സംശയമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ 8:59 സമയം വളരെ കുറവാണ്. സ്വാമിയോട് സംശയങ്ങൾ ചോദിക്കാം. Swami, the lecture was really contemplative and we thoroughly enjoyed it. Swami, you mentioned intuition and uha poha as almost synonymous terms. Do you really think the difference is merely nominal, or is there any substantial difference between them? Thank you, sir. While translating the integrated science of the absolute, this word uha poha vijakshanada came into notice, and there Nataraj Guru gives the position of intuition for that. So I used that word as a synonym of intuition. More details, if you know, please, Mr. Bijoy, if you know, please elucidate the difference, if you are aware of. Dynamic ആണോ? രണ്ടും ഒന്നാണോ? Let Bijoy finish. Swami, uha poha, actually I have seen being used in a different context in the Shankara Vedanta and all other texts. So that is like a dialectical process, completely a process. But intuition seems to be a result of that process. That's what I felt. But I'm not sure about it. That's the reason I asked you with this lecture, Please, Bijoy. I said it actually. I heard. These are being used as a process in the Shankara Vedanta, this uha poha as a process. But intuition seems to be a result of that process. So, yes. So that is the difference I found, but I'm not sure about it. That's the reason I asked you. Yeah. So we'll think of that more. Thank you. Right. Thank you. Please, Madam Moderator. Yes. Please. Anyone else? You like to add? Anything you like to add, Madam, for this problem of intuition and uha poha vijakshanada? Any contribution from your side, Madam? Swami, I couldn't hear. Anyway, when I was discussing with Mr. Bijoy, you asked something in between. So any clarification you can give on this issue,
of Uhapoha Vijakshanada and intuition, please. Hello. Anything for No. Madam to add to this? I heard the Uhapoha Vijakshanada only. Swami murinju kelkunnu. What is your clarification about anything to add, Madam? No, Swami. No, thank you. Okay. Anyone else? Yes. Hello. Can I ask a question to Swami, please, Sugita? Okay. Your good name? Salina. Salina. Swami, can I just ask? Can you just expound a little bit more on what Nataraja Guru said? The Gita is a Shruti and not a Smriti. Most of the translation, including Dr. Radhakrishnan, all put Gita in the realm of Smriti. Smriti is an obligatory test, what we have to practice, what are the vidhi and what are the nishedas. But when Nataraja Guru gone into the intricacies of Bhagavad Gita, he found it is not at all a Smriti. It is a Smriti like Upanishads and Vedas. So then he found here there are applications of many areas, words especially, apicha, that is often repeated many times and taking two correlating counterparts of a situation and inclusively transcending. This type of dialectical wisdom, it is a storehouse of wisdom, and it is not a religious text, it is not an obligatory text, it is a shastra, it is a science of sciences. More details are given if you go through the Bhagavad Gita commentary of Nataraja. Thank you so much. Okay, Selina. Thank you. Can I say something? Please Hello? mention your name, Madam. Angelina. Hello, Swami. Please. സ്വാമിയുടെ വോയിസ് കേൾക്കാൻ എത്ര വർഷമായിട്ട് കാത്തിരിക്കുന്നു. We're so privileged to hear your voice and your presentation. സ്വാമി ഒരു കിങ് ഓഫ് പ്രസന്റേഷൻ കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേട്ടതെല്ലാം സന്തോഷം, ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. And yeah, that's so just പിന്നെ ഈ ഭഗവത്ഗീത ഇപ്പൊ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ സ്വാമി നമ്മളെ ആളുകൾക്ക് എല്ലാം ഒത്തിരി പേടിയാണ് ഭഗവത്ഗീത പഠിക്കാൻ. അവര് പറയുന്നത് അത് നമ്മുടെ നാരായണ ഗുരു എഴുതിയതല്ലല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വാമി ഇപ്പൊ ക്ലാരിഫൈ ചെയ്തത്, അല്ലെങ്കിൽ നടരാജ ഗുരു ക്ലാരിഫൈ ചെയ്തത് അത് സ്മൃതിയല്ല ശ്രുതിയാണെന്ന്, അല്ലേ സ്വാമി? അപ്പൊ അത് നമുക്ക് നമ്മളെ ആളുകളെ കൂടുതൽ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും പഠിക്കേണ്ട ഒരു ആവശ്യമാണ്, അല്ലെ? ഈ നമ്മുടെ ഉപനിഷത്ത് പഠിക്കുന്ന പോലെ നമുക്ക് ഭഗവത്ഗീതയും പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലേ സ്വാമി? നല്ല ഓക്കെ. ഞാൻ കൂടുതൽ എനിക്ക് പറയാൻ അത്ര ലാംഗ്വേജ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു സ്വാമി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്വാമി. ഓക്കെ, എനിബഡി എൽസ്? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സ്വാമിയോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. ആർക്കെങ്കിലും ചോദിക്കാം ഇനിയും ചോദ്യങ്ങൾ. ഹലോ. ഈ ഭഗവത്ഗീതയിലെ ഞാൻ സുരേന്ദ്രൻ, കാഞ്ഞങ്ങാട്. ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായത്തിലും അവസാനം ഉപനിഷത്സു എന്ന് പറയുന്നുണ്ട്. എല്ലാ അധ്യായത്തിന്റെ അവസാനം അത് പറയുന്നുണ്ട്. പറഞ്ഞല്ലോ, പ്രബന്ധത്തിൽ പറഞ്ഞല്ലോ. അതെ. അത് സൂചിപ്പിക്കുകയാണ് സുരേന്ദ്ര സാർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി
ഇനി ആർക്കെങ്കിലും ചോദിക്കാം? ഹലോ. ഓക്കെ സ്വാമി, വളരെ സന്തോഷം. Okay, thank you very much, madam. It's already time Okay. 9:07. Okay. Vijoyce. യെസ് ഡോക്ടർ സുഗീത, you കഴിഞ്ഞെങ്കിൽ can- നമുക്ക് you അവസാനിപ്പിക്കാം. can please invite Guru. ഒരു ഗുരു ടയർഡാണ്, അറിയാം Okay. വരുമെന്ന് അറിയില്ല, Okay, എന്നാലും okay, ചോദിച്ചു then നോക്കാം. you may conclude. സ്വാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Relation between Bhagavad Gita and Narayana Guru. നടരാജ ഗുരു നാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ അന്തേവാസിയായി ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് നാരായണ ഗുരു നടരാജ ഗുരുവിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഒരു ഗുരു ശിഷ്യന്റെ അടുത്ത് കൊല്ലാൻ പറയുന്നത് ശരിയാണ്? നടരാജ ഗുരുവിന് ഒന്നും പിടികിട്ടിയില്ല. ഈ വിഷയമേ അറിയില്ല. ഈ ചോദ്യം കേട്ടിട്ട് മിണ്ടാതെ ഇരുന്നു. എന്നാൽ ഈ പ്രശ്നം നടരാജ ഗുരുവിന്റെ ഉള്ളിൽ കിടന്നു. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഇതേ കണക്ക് ഗുരുവിന്റെ അടുത്ത് കൂടിയിട്ട് ഇതേ ചോദ്യം ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പൊ നടരാജ ഗുരു പറഞ്ഞു, അല്ലെങ്കിൽ അർജുനൻ പിന്നീട് പശ്ചാത്തപിച്ചത്. ഈ ചോദ്യം നമ്മള് യേശുദേവനും നബി തിരുമേനിയും ഒക്കെ സ്നേഹമുള്ളവരും അനുകമ്പയുള്ളവരും ആകാനൊക്കെയാണ് ഉപദേശിച്ചത്. പക്ഷെ ഭഗവാൻ അർജുനനോട് നീ എന്നെ സ്മരിക്കൂ, നിന്റെ ഉള്ളിലിരിക്കുന്ന ആ കാമങ്ങളെ കൊല്ലൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ഒരു ഗുരു ഇങ്ങനെ കൊല്ലാൻ പറയുന്നത് ശരിയാണ്. അവസാനം അതിൻ്റെ ശരി തെറ്റുകൾ കണ്ടെത്തി അതിനെ ഒരു ശാസ്ത്രമായിട്ട് നടരാജ ഗുരുവിന് അവതരിപ്പിക്കാനുള്ള ആദ്യ പ്രേരണ നാരായണ ഗുരുവിന്റെ ഈ ചോദ്യമാണ്. ശരിയാ. സ്വാമി പറഞ്ഞു കഴിഞ്ഞോ സ്വാമി? യെസ്, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇനി നാളെ വെബിനാർ ഇല്ല. നാളെ ഉള്ളത് സൗഹൃദ സംവാദമാണ്. എല്ലാവരും വരണം, എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അതങ്ങനെ ഒരു താത്വികമായിട്ടുള്ള ചർച്ച ആയിരിക്കാനല്ല ഗുരു ആഗ്രഹിക്കുന്നത്, മറിച്ച് എല്ലാവരും ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കണം. ഗുരുകുലത്തിന്റെ പേരിലുള്ള സന്തോഷം എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.